കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ രാത്രി കാലടികളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാവുന്ന കർത്താവേ, ഒരു നന്മയും പറഞ്ഞു വരുവാനില്ല. അവിടുന്ന് ഒരു നന്മയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവത്തിന് നന്ദി പറയുകയാവുന്ന കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രാത്രി കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാതെ സർവനന്മകൾക്കായി എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരായി എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരായി നാം ോട് സ്തുതി പാടിടും ോട് സ്തുതി പാടിടും കൊണ്ടെന്റെ ഉള്ളം നാം അമോട് സ്തുതി പാടിടും അമോട് സ്തുതി പാടിടും പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാന ശാവാ ശിക്ഷകളേറ്റദേവാത്മജാമകശാവാ ശിക്ഷകളേറ്റദേവാത്മജാ എന്നെ അൻപോട് ദീനം തോറും നാടത്തുന്ന പെണ്ണേ പൊന്നേ ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേറ്റുപരാമെന്തോ ചെയ്യേണ്ടു നിനക്കേറ്റുപരാം വാനേയുമെന്നെ കാവൽ ചെയ്തേണ്ടി മകൾ ശക്തി നാദാണ്ടി മകൾ ശക്തി നീ ദീലൻവേ സദാവട്ടവാദം ചെയ്യുന്ന ജീവനാദാവിൻ പക്ഷവാദം ചെയ്യോർന്ന ജീവനാദാം കൂടാതെ തേജസ്സിനുൻപാകെ മുറ്റും നിർത്താൻ എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ള ലടിയാൻ ജീവിക്കും വന്നേ ഞാൻ ചെയ്യും തിരുനാമത്തിനെ ദേവാ വന്നേ ഞാൻ ചെയ്യും തിരുനാമത്തിനെ ആമീൻ കുറ്റം കൂടാതെ തേജസ്സിൻമുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ ആമീൻ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ
സർവ നന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേ ശുഭരാവിലെന്തോ ചെയ്യേണ്ടു നിനക്കേ ശുഭരാവിലെ ഭാര്യയുമെന്നെ കാവൽ ചെയ്തേയുള്ള മകൾ ശക്തിനിയേ നാടാണ്ടിയുള്ള മകൾ ശക്തിനിയേ ആവേരിത്തോള്ള സർവന മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേ ശുഭരായി എന്തോ ചെയ്യേണ്ടു നിനക്കേ ശുഭരാ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കും ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളോ കൂടെയുള്ളവൻ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളോ കൂടെയുള്ളോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളോ കൂടെയുള്ളവൻ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളോ കൂടെയുള്ളവൻ കാക്കയാലാഹാരം നൽകിയവൻ കാടപക്ഷികളാൽ പോറ്റിയവൻ കാക്കയാലാഹാരം നൽകിയവൻ കാടപക്ഷികളാൽ പോറ്റിയവൻ കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെ കാക്കുന്നവൻ കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെ കാക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളോ കൂടെയുള്ളവൻ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളോ കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ മരുഭൂമിയിൽ മന്ന ഒരുക്കിയവേ മാറായ മധുരമായി തീർത്തവൻ മരുഭൂമിയിൽ മന്ന ഒരുക്കിയവേ മാറായ മധുരമായി തീർത്തവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ
ഒരു നാളും മറക്കുമോ അമ്മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ അമ്മ മറന്നാൽ മറക്കാത്തവൻ മാറാത്തവൻ മറയ്ക്കുന്നവൻ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം കർത്താവേ, ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ പെൺമാംസയെ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി മാതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് സങ്കീർത്തന വായനയ്ക്കുള്ള സമയമാണ്. അതിനായി അരുൺ ബ്രദറിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവം നൽകിയ ഒരു അവസരം കൂടി ഈ കൂട്ടായ്മയോടെ ഇരിക്കുന്നവരോടൊത്തും എല്ലാവരോടൊത്തും ദൈവമേ ഈ കൃപ നൽകിയതിനായിട്ട് കർത്താവെ ഈ സങ്കീർത്തനം വായിക്കാനും കർത്താവെ ഇതിലിരിക്കുന്ന മർമ്മങ്ങളെ കർത്താവെ വിവേചിക്കാനും കർത്താവെ ഈ മർമ്മത്തെ വെളിപ്പെടുത്താൻ ഈ കൂട്ടായ്മ കൂടെ കർത്താവെ ഈ അവസരം നൽകിയതിനായിട്ട് നന്ദി കർത്താവെ. ഇപ്പൊ നമ്മള് ഈ സങ്കീർത്തനം 35-ാമത്തെ ഈ ചാപ്റ്ററാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ വന്നിട്ട് എടുക്കുന്ന വചനം ചാപ്റ്റർ 1 മുതൽ 10 വരെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോ 35-ന്റെ 1 പറയുന്നത് Psalm of David, plead me, O Lord, with all my strife with me, fight against those who fight against me. Psalm 35:2. Take a hold of the sheep of the buckler and stand up for my help. Sankirtanam 35-ന്റെ 3. You draw out the spear and stop those who pursue me. Says to my soul, I am your salvation. Psalm 35:4. Let those who are put shame and brought dishonor, who seek my life, let those who turn back against me confusion, who plot my hurt. Psalm 35:5. Let them be like a chaffer before the wind, and let the angel of the Lord chase. Psalm 35:6. Let there be dark and slippery, let the angel of the Lord pursue me. Psalm 35:7. For without my cause they have hidden the net in me, which you have dug without the cause of my life. Psalm 35:8. Let the destruction come upon us unexpectedly, and let them net and hidden catch himself. If the destruction, let him fail. Psalm 35:9. My soul shall be joyful in the Lord. It shall rejoice in his salvation. For Psalm 35:10. All my bones shall say, Lord, who is like you? Deliver the poor from him, and who is strong of him? Yes, the poor and the needy from the plunders. ഇതൊരു 10 വേഴ്സാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് എടുക്കുന്നത്. ആദ്യത്തെ സങ്കീർത്തനം 35-ന്റെ 1 പറയുന്നത് മൈ പ്ലീഡ്. പ്ലീഡ് എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു വേഴ്സ് നമ്മൾ പഠിക്കുന്നത്. പ്ലീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ബേസിക്കലി പ്ലീഡ് എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ 6:1 പറയുന്നത് when there is workers together with them, plead with them that plead with you not to receive the grace in vain. അപ്പോ നമ്മൾ വന്നിട്ട് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ കൃപ നൽകുമ്പോൾ
കർത്താവിന്റെ കൃപയാണ് നമ്മളെ വന്നിട്ട് വഴി നടത്തുന്നത്. അതാണ് ആ പ്ലീഡിന്റെ ഒരർത്ഥം. രണ്ടാമത് 1 ജോൺ 1:5 പറയുന്നത്, ആൻഡ് ഐ പ്ലീഡ് ടു യു വിത്ത് യു ലേഡി ആസ് യു ഹവ് wrote a new commandment to you, that we may have from the beginning that we may love one another. പ്ലീഡിന്റെ ഒരു വാക്യം വന്നിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, വചനത്തിൽ കൂടെ വി ഷുഡ് ലവ് വൺ അനദർ. എന്നും ആ സ്നേഹം ദൈവത്തിൽ മാത്രമില്ലാതെ ദൈവത്തിൽ ഇരിക്കുന്ന മനുഷ്യരോടും പരസ്പരം നമ്മൾ സ്നേഹിക്കണമെന്ന പ്ലീഡ് പറയുന്നത്. സോ ആ പ്ലീഡ് ഉണ്ടായാലും മാത്രമേ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ വചനത്തിന്റെ അർത്ഥങ്ങളെ നമുക്ക് അതുപോലെയാണ് പ്രോബബ്സ് 23:11 പറയുന്നത്. പ്രോബബ്സില്, for he is the remedier in the mighty, he will plead the case against you. ഇവിടെ വന്ന് പറയുന്നത് റെമിഡിയർ, ദൈവമാണ് നമ്മളെ റെമഡി ചെയ്യുന്നത്. ദൈവമാണ് നമ്മളെ എല്ലാ വിഷയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പറയുന്ന വാക്കും വന്നിട്ട്, പ്ലീഡിന്റെ ഒരു വാക്കും വന്നിട്ട് റെമിഡിയർ ആണ്. ദൈവമാണ് നമ്മളെ എല്ലാ വെടിവെക്കുന്നതിലും നമ്മളെ കാത്തു പരിപാലിക്കുന്നത്. സങ്കീർത്തനം 35:2 പറയുന്നത് മൈ ഹെൽപ്പ് എന്നാ പറയുന്നത്. എന്റെ ഹെൽപ്പ്, മൈ ഹെൽപ്പ് എന്ന് പറയുന്ന വാക്യം സങ്കീർത്തനം 39:10 പറയുമ്പോൾ, ഹിയർ ഓ ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ, ലോർഡ് ബി മൈ ഹെൽപ്പർ. ഹിയർ ഓ ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ. കർത്താവെ എന്റെ മേല് കൃപയിരിക്കണമേ. യു ആർ മൈ ലോർഡ്, ബി മൈ ഹെൽപ്പർ. ഇവിടെ നമ്മൾ ദൈവത്തിനോട് ചോദിക്കുക, നമ്മളെ ദൈവത്തിനോട് ഹെൽപ്പറായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ സങ്കീർത്തനം 121:2 പറയുന്നത്, മൈ ഹെൽപ്പ് കം ഫ്രം ദ ലോർഡ് ഹു ഹാസ് മേഡ് ദ ഹെവൻ ആൻഡ് എർത്ത്. യഥാർത്ഥം നമ്മുടെ ഹെൽപ്പർ ആരാണ്? മനുഷ്യരാണോ? അല്ല. നമ്മുടെ ഹെൽപ്പർ വചനത്തിൽ കൂടെ, വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ വചനത്തിൽ വരുന്ന വ്യാഖ്യാനങ്ങള്, വചനത്തിലുള്ള മർമ്മങ്ങള്, വചനത്തിലുള്ള കൃപകള്, വചനത്തിലുള്ള വിശ്വാസം, വചനത്തിലുള്ള പ്രാർത്ഥനകൾ, വചനത്തിലുള്ള ദൈവത്തിന്റെ ശുശ്രൂഷകൾ, അവരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, അവരെ കുറിച്ച് നമ്മൾ ഓരോ ശുശ്രൂഷരെ കുറിച്ചും നമ്മൾ അതിൻ്റെ അകത്ത് പ്രവാചകന്മാരും പിന്നെ അതിലിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ പഠിക്കുമ്പോൾ, അവരെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അവരായിട്ട് മാറുന്നില്ല. അവിടെ ദൈവം കാണിക്കുന്ന ആ മഹത്വം, ആ ദൈവം കാണിക്കുന്ന ആ ഹെൽപ്പ് അവർക്ക്. ഇപ്പോ നമ്മൾ ശരിക്കും നമ്മൾ 66 അധ്യായത്തിൽ നമ്മൾ വന്നിട്ട് നമ്മൾ ദൈവത്തെ ധ്യാനിക്കുമ്പോൾ, വചനം ഓരോന്നും എടുത്ത് പഠിക്കുമ്പോൾ, ഓരോ ഇടത്തിലും വ്യത്യസ്ത കാര്യങ്ങൾ ദൈവം വന്നിട്ട് ഓരോ വിധത്തിലാണ് ഓരോ മനുഷ്യരെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ ഈ ഹെൽപ്പൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അതിനെ ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആ സംഭവം എന്ന് പറഞ്ഞാൽ ഏതൊരു സംഘടനക്കൂടെ നമ്മൾ കടന്നുപോയാലും നമുക്ക് ലഭിക്കുന്ന ഹെൽപ്പർ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ വിവേചിച്ച് നമ്മുടെ വഴി നടത്തും. പക്ഷേ സങ്കീർത്തനം 35:3 പറയുന്നത്, ആൻഡ് ദ ഡ്രോയർ ഔട്ട് ഓഫ് ദ സ്പിയർ സ്റ്റോപ്പ് ദോസ് ഹു പെർസ്യൂ മീ, സേ ടു മൈ സോൾ, എന്റെ ആത്മാവിനോട് പറയാ, ഐ എം യുവർ സാൽവേഷൻ. ഇവിടെ ഐ എം യുവർ സാൽവേഷൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സാൽവേഷൻ ആരാ? ക്രിസ്തുവാണ്. പക്ഷെ ഈ സാൽവേഷനെ കുറിച്ച് എക്സോഡസ് 3:14 പറയുന്നത്, ഫോർ ദ ഗോഡ് സെയ്ഡ് ടു ദ മോസസ്, ഐ എം ഹൂം ഐ ആം, then he said, thus you shall be say to your children of Islam that I am has sent you. അപ്പോ അവിടെ പറയുന്നത് കർത്താവിന്റെ പേര് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തുന്നില്ല. അവിടെ പറയുന്നത് ഞാനാകുന്നവൻ ഞാനാവുന്നു. പക്ഷെ പുതിയ നിയമത്തില് കർത്താവിന്റെ പേര് യേശു മുഖാന്തരമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോ ഇവിടെ അയം എന്ന് പറയുന്ന വാക്ക് ക്രിസ്തു ആവുന്നു. അപ്പോ നമ്മൾ വചനത്തില് ആ ക്രിസ്തുവിനെ അറിയുമ്പോൾ, ക്രിസ്തു പറഞ്ഞ വചനത്തിലുള്ള മർമ്മങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ, അതിനെക്കുറിച്ചെല്ലാം ധ്യാനിക്കുമ്പോൾ, ക്രിസ്തുവായ കൂടെ ക്രിസ്തു എന്തിനാ ഈ ഭൂമിയിൽ വന്നത്,
നമ്മുടെ പാവങ്ങളെ വീണ്ടെടുക്കാൻ. നമ്മൾ ശരിക്കും വന്നിട്ട് ആദാമിന്റെ അനുസരണക്കേട് കൊണ്ടും മനുഷ്യരുടെ വിശ്വാസം കുറവ് കൊണ്ടും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനമാണ്. പക്ഷെ കർത്താവിന്റെ ജനം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. പക്ഷെ നമ്മളെയൊക്കെ വന്നിട്ട് കർത്താവ് ഈ പുതിയ നിയമത്തില് കൃപായുഗത്തില് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. അപ്പോ ആ അയം എന്ന് പറയുന്ന കർത്താവിനെ നമ്മൾ തിരിച്ചറിയാനും ആ അറിഞ്ഞ ദൈവത്തെ, ആ അറിഞ്ഞ യേശു ക്രിസ്തുവിനെ നമ്മൾ വന്നിട്ട് സങ്കീർത്തനം 35:4 പറയുന്ന മാതിരി, ലെറ്റ് ദോസ് ഹു നോട്ട് പുട്ട് ഷെയിം ആൻഡ് ബ്രോട്ട് ഡിസോണർ ഹു സീക്ക് മൈ ലൈഫ് and let them turn back and brought to you the confusion who plot and my hurt. അതും സങ്കീർത്തനം 35:7 പറയുന്ന മതി. For without the cause that it is hidden in the net in the pit for thy death without the cause for my life. My life എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് എന്തുവാണ്? മാത്യു 10:39 പറയുന്ന മാതിരി, my life. He who finds his life will lose it, but he who loses his life for my sake will find it. ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? മാത്യു 10:39 ഇവിടെ പറയുന്നത്, തന്റെ ജീവൻ കളയാൻ ദൈവത്തെ അറിയാനായിട്ട് ഇരിക്കുന്നവർ എന്നെ തിരിച്ചറിയുന്ന പറയുന്നത്. ഇതേ വിഷയമാണ് ഇതിലും പറയുന്നത് മാത്യു 16:25. പക്ഷെ മാർക്ക് 8:35 വന്നിട്ട് ഇച്ചിരി വ്യത്യാസമായിട്ട് പറയുന്നത് എന്താന്ന് പറയാം. For those who seek, desire to save his life will lose it, but whoever loses his life for my sake and the gospel will save it. ഇവിടെ ഗോസ്പൽ എന്ന് പറയുന്നത് വചനമാണ്. ഗോസ്പൽ എന്ന് പറയുന്നത് നമ്മൾ ധ്യാനിക്കുന്ന ബൈബിളാണ്. നമ്മൾ ആ ബൈബിളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ മൈ ലൈഫ് എന്ന് പറയുന്ന വാക്കിനെ ദൈവം വന്നിട്ട് അവിടെ മാനിച്ച് നമ്മളെ രക്ഷയിലേക്ക് വഴി നടത്തുക. അപ്പോ ഈ ജീവിതത്തില് നമുക്ക് വന്നിട്ട് രണ്ട് വിഷയമേ ഉള്ളൂ. എന്റെ ജീവിതം തകർക്കുക, സാൽവേഷനിലേക്ക് പോവുക, ഇത്രയേ ഉള്ളൂ. അപ്പോ 35:8 പറയുന്ന, ലെറ്റ് ദ ഡിസ്ട്രക്ഷൻ കം അപ്പോൺ അൺഎക്സ്പെക്ടഡ്, ലെറ്റ് ഹിസ് നെറ്റ് ബി ഹിഡൻ, ക്യാച്ച് ഹിംസെൽഫ് into the very destructive, let him fall. ഇത് വന്നിട്ട് ഡിസ്ട്രക്ഷൻ ആണ്. നമ്മുടെ ജീവിതത്തിലെ ഡിസ്ട്രക്ഷൻ എപ്പോഴാ വരുന്നത്? ദൈവവചനത്തെ നമ്മൾ അനുസരിക്കാത്തപ്പോ, ദൈവ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൂട്ടായ്മ പാലിക്കാത്തപ്പോ, ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവ് സമയം ഒതുക്കാത്തപ്പോ, ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവാത്തപ്പോ, കൂട്ടായ്മ പാലിക്കാത്തപ്പോ, ഇതുപോലെ പ്രാർത്ഥനാവസരങ്ങൾ ലഭിക്കുമ്പോ നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോ നമ്മുടെ ജീവിതത്തിൽ എന്താ വരുന്നത്? തകർച്ചയാണ്. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുക. എപ്പോഴും വന്നിട്ട് ദൈവത്തില് വേറൊരിടത്തില് നാം വചനം വായിക്കുമ്പോൾ പഠിച്ച ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇഫ് യു കം ക്ലോസർ ടു മീ ഐ വിൽ ബി കം ക്ലോസർ ടു യു. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോഴാണ് ദൈവം നമ്മളോട് അടുക്കുന്നത്. അതാണ് അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട്. നമ്മൾ ദൈവത്തെ ഏത് സമയം ധ്യാനിക്കണം, ഏത് പ്രാർത്ഥന കൂട്ടായ്മ കയറി നമ്മൾ ഒന്നും അറിയാതെ കൊച്ചിനെ പോലെ അവിടെ ധ്യാനിക്കുന്ന വിഷയത്തെ നമ്മൾ പഠിക്കുമ്പോൾ ആ വചനത്തിൽ പറയുന്ന പ്രസംഗത്തിലും ആ പറയുന്ന ധ്യാനത്തിലും നമുക്കുള്ള മെസ്സേജ് അവിടെ ദൈവം കൊടുത്തിട്ടുണ്ടാവും. അതാണ് സങ്കീർത്തനം 35:10 പറയുന്നത്, ഡെലിവറൻസ്. ആ ഡെലിവറൻസ്, ആൻഡ് മൈ ബോൺ ഷാൽ സേ ലോർഡ് ഹൂ ഇസ് ലൈക്ക് യു, ഡെലിവർ ദ poor who is in strong of him, yes the poor and the needy will plunder from him. ഈ ഡെലിവറൻസ് എവിടെയാ വരുന്നത്? ഡെലിവറൻസ് എവിടെയാ വരുന്നത്? സാൽവേഷൻ ആണ്. സാൽവേഷൻ എവിടുന്നാ വരുന്നത്? ഹീബ്രൂസ് 2:3 പറയുന്ന മാതിരി, if you shall escape we shall neglect the glade which is begun to spoken the Lord confirm to us who heard from him. ഇത് ഒരു വാക്യമാണ്. ഇത് കൂടാതെ നമുക്ക് വന്നിട്ട് ജോൺ 4:22 പറയുന്നത്, for the worship what you do not know, we worship what is salvation is. നമ്മുടെ ജീവിതത്തിൽ സാൽവേഷൻ ആരാ? ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ സാൽവേഷൻ അറിയാതെ
നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പൊ ഇതാണ് 1 മുതൽ 10 വരെയുള്ള വേഴ്സിന്റെ ഒരു രത്ന ചുരുക്കം. ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ അടുത്ത വരുന്ന ഇതിൽ ഞാൻ ഷെയർ ചെയ്യുക. ഈ അവസരം നൽകിയ ഈ കൂട്ടായ്മയോടും ദൈവം എനിക്ക് ഈ ഒരു അവസരത്തില് ഈ വചനത്തിൽ കൂടെ വന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരാൻ കൃപ നൽകിയതിനായിട്ട് കർത്താവിനെ സ്തോത്രം പറയുന്നു. യേശുവേ സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുവാൻ ബ്രദർ അരുണിനെ കർത്താവ് സഹായിച്ചു. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളുമായി കടന്നു വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടക്കാം. അനേക വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ആദ്യമായി നമുക്ക് ഗൂഗിൾ മീറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിൽ ഗ്രൂപ്പിൽ കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും വഹിച്ചുകൊണ്ട് മോനിഷ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗപിതാവേ, സന്നിധിയിൽ അടിയങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ഗ്രൂപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവെ, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ പൊനുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ ഗ്രൂപ്പിനെ ഓർത്ത് കോടാനുകോടി സ്തോത്രം, സ്തോത്രം കർത്താവെ. കഴിഞ്ഞ 2.5 വർഷക്കാലമായി കർത്താവെ അവിടുന്ന് ഇത് നയിക്കുന്നല്ലോ അപ്പച്ച. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് കർത്താവെ, ഇത് നയിച്ചു കൊണ്ടുപോകുന്ന ഗ്രേസി സിസ്റ്ററിനെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വെളിപ്പാട് അനുസരിച്ച് കർത്താവെ ഇങ്ങനൊരു ഗ്രൂപ്പ് കർത്താവെ വെക്കുവാനും ദൈവമേ അതിലൊക്കെ ആൾക്കാരെ ചേർത്ത് പ്രാർത്ഥിപ്പിക്കാനൊക്കെ ദൈവം കൊടുത്ത ഒരു കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലെ അമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥനെ സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുന്ന് ദാനമായി കൊടുത്ത 2 മക്കളെയും കർത്താവെ, അവർ കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കർത്താവെ, അവരുടെ ഭർത്താക്കന്മാരെ ഒക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അവരുടെ അതിരുകളെ വിസ്തീർണമാക്കി കൊടുക്കണമേ കർത്താവെ. കൂടുതൽ ദൈവത്തിലേക്ക് കടന്നു വരുവാനും കർത്താവെ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ഒക്കെയും കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത കൃപയ്ക്കായും കോടാനും കോടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ആ കുടുംബത്തെ പൊന്നുപർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാർദ്ധക്യത്തിലും കർത്താവെ ദൈവസന്നിധിയിൽ ഇരുന്ന് പാടുവാനും അങ്ങേ ആരാധിക്കുവാനും ഒക്കെ ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അമ്മാളാന്റെ കുടുംബത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടുന്ന് ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ കൊടുത്തിരിക്കുന്ന ഭർത്താക്കന്മാരെ കർത്താവെ, അതുപോലെ അവർക്ക് കൊടുത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളൊക്കെയും വളർന്ന് ദൈവത്തിലേക്ക് ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. മാരേജ് അവന്റെ മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം കുടുംബത്തെ പൊന്നുപോലെ കാത്തു പരിപാലിക്കുന്ന വൻ കൃപ കർത്താവെ. ആ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും എന്റെ കർത്താവ് നടത്തി കൊടുക്കണമേ കർത്താവെ. നല്ല വിശ്വാസത്തിൽ മുന്നോട്ട് വരുവാൻ തക്കവണ്ണം എന്റെ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ജെഫിൻ ബ്രദറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ കൃപ മകനോട് കൂടെ ഇരിക്കണമേ. ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളെയും പൊന്നുപാദത്തിൽ വെക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ബാബു ബ്രദറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം കർത്താവെ. നിന്റെ മകനോട് കൂടെ ഇരിക്കണേ, കുടുംബത്തോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നാൻസി സജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയ കുടുംബത്തോട് കൂടെ ഇരിക്കുമാറാകണമേ. കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളുടെ മേലെ എന്റെ കർത്താവെ അവരുടെ ആവശ്യങ്ങളൊക്കെയും നടത്തിക്കൊടുത്ത് എല്ലാത്തിനും കർത്താവിന്റെ മേൽ ജയം എടുക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മകനോട് കൂടെ കർത്താവെ കഴിഞ്ഞ ഈ 2.5 വർഷക്കാലവും നിന്റെ മകൻ കർത്താവെ ഗ്രൂപ്പിൽ കടന്നു വരുവാനും കർത്താവെ അങ്ങേ ആരാധിക്കുവാനൊക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. കൂടുതൽ കൂടുതൽ കുഞ്ഞിനെ വളർത്തണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിൻസി മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തോത്രം സ്തോത്രം സ്തോത്രം. സുശീല സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ കുടുംബത്തോട് കൂടെ ചേർന്നിരിക്കണമേ കർത്താവെ. കുടുംബത്തിൽ എല്ലാവരും കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണം ദൈവമേ അവരെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ലക്ഷ്മിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മകനെയും കർത്താവെ നീ വിളിച്ചു വേർതിരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബത്തിലെ കർത്താവെ എല്ലാവരും നല്ല മാനസാന്തരത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ചേരുവാനും കുടുംബം രക്ഷപ്പെടുവാനും ഒക്കെയും ദൈവം കൊടുക്കുന്ന കൃപയ്ക്കായി കോടാനും കൂടി സ്തോത്രം. ഹാലലുയ ഹാലലുയ. സ്തോത്രം സ്തോത്രം. മഞ്ജുഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിന്റെ മകളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അതേപോലെ കർത്താവെ കൂടെ താമസിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. തക്ക സമയത്ത് ഒരു നല്ല ജോലി ലഭിക്കുവാൻ തക്കവണ്ണം UK മണ്ണിലിരിക്കുമ്പോ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിച്ചുനെയും സാറാമയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലൂയ സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹാലലൂയ ഹാലലൂയ സ്തോത്രം. ശൈലജയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. കുടുംബത്തെ കർത്താവെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സിന്ധുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബത്തോട് കൂടെ ഇരിക്കണമേ. കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. കർത്താവെ മോളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നീ കൂടെ ഇരിക്കണമേ കർത്താവെ. അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. അവിടുന്ന് ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് ലഭിച്ചിരിക്കുന്ന കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് കൂട്ടിച്ചേർത്ത് കൊടുത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ സ്തോത്രം സ്തോത്രം. ഹാലലൂയ. എബി പാസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകനെ ഗ്രൂപ്പിലൊക്കെയും വന്ന് കർത്താവെ വചനം പറയുവാനും കർത്താവെ ഞങ്ങളെ ഒക്കെയും ബലപ്പെടുത്തുവാനും ഒക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കൂടി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് കർത്താവെ ഹാലലൂയ സ്തോത്രം സ്തോത്രം. ജോൺസൺ ബ്രദറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തേക്ക് പൊന്നുപോലെ കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഹാലലൂയ സ്തോത്രം. യേശുവേ നന്ദി കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് വചനം തരുവാനിരിക്കുന്ന പാസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മാനോട് കൂടെ ഇരിക്കണമേ കർത്താവിന്റെ കൃപയിൽ കർത്താവെ. ഞങ്ങളെ ഒക്കെയും വളർത്തുവാൻ തക്കവണ്ണം കർത്താവെ പരിശുദ്ധാത്മാവിൽ കൂടെ ഞങ്ങളെ കർത്താവെ വിവരങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. മാർഗി മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ മകനോട് കൂടെ ഇരിക്കണമേ കർത്താവെ. നിന്റെ മകനെ ബലപ്പെടുത്തണമേ കർത്താവെ. വചനത്തിൽ ബലപ്പെടുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ കൃപ മകനോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ സ്തോത്രം സ്തോത്രം. പ്രിനിത സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആശയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹാലലൂയ സ്തോത്രം സ്തോത്രം. കർത്താവെ ഈ ഗ്രൂപ്പിൽ കർത്താവെ ആദ്യം മുതൽ ഇന്ന് വരേക്കും വന്നിട്ടുള്ള ഒരു ദിവസമെങ്കിലും കടന്നു വന്നിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷേർലി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിന് ദൈവം ചെയ്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. കുടുംബത്തെ അമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥനെ സമർപ്പിക്കുന്നു. അവിടുന്ന് ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെയും കർത്താവെ അവർക്ക് ലഭിച്ചിരിക്കുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാ അനുഗ്രഹങ്ങളാലും കർത്താവെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ ഗ്രൂപ്പിൽ കടന്നു വന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അടിയൻ മറന്നാലും എന്റെ കർത്താവ് മറക്കത്തില്ലല്ലോ. അപ്പാ പിതാവേ അപ്പന്റെ പാദത്തിൽ അടിയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടുതൽ കൂടുതൽ കർത്താവെ മക്കൾ വന്ന് ഇതിൽ ചേരുവാനും കർത്താവെ ഞങ്ങളെല്ലാം ഒരുമനപ്പെട്ട് കർത്താവെ ഇരിക്കുവാനും തക്കവണ്ണം കർത്താവെ അവിടുത്തെ കൃപയായിരിക്കണമേ. ബീനായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. ആ കുടുംബത്തോട് കൂടെ ചേർന്ന് വസിക്കണമേ. സന്തോഷ് ബ്രദറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ സ്തോത്രം. മോളിസമേലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ സ്തോത്രം സ്തോത്രം. സൂസമയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജൈനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാ മക്കളെയും പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും വചനത്തിൽ കർത്താവെ വേരൂന്നി നിൽക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളോട് കൃപയായിരിക്കുന്നതിനായി നന്ദി കർത്താവെ. കർത്താവെ, കൃപയായിരിക്കുന്നതിനായി നന്ദി. കോടാനും കോടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഒപ്പാടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പറഞ്ഞ അരുൺ ബ്രദറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് കൊടുക്കുന്ന കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. കൂടുതലായും കർത്താവെ പറയുവാനും കർത്താവെ ദൈവസന്നിധിയിൽ നിലനിൽക്കാനൊക്കെയും ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം കർത്താവെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാനൊക്കെയും ദൈവം കൊടുക്കുന്ന കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം, സ്തോത്ര. ആബാനാഥ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഈ ഗ്രൂപ്പിനായി കർത്താവെ വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു, 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 സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ എല്ലാ ഭവനത്തിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എൻ്റെ കർത്താവ് നിലനിർത്തി കൊടുക്കുന്നതിനായി നന്ദി കർത്താവെ. ഇനിയിപ്പോ കുഞ്ഞുങ്ങളൊക്കെയും സ്കൂൾ തുറക്കുന്ന സമയമാണല്ലോ. ഓരോ ഭവനത്തിലെയും മക്കളെ ഞങ്ങൾ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും കർത്താവെ നടത്തി കൊടുക്കണമേ. ഓരോ കുടുംബത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെയും ഉണ്ട് കർത്താവെ, അതൊക്കെയും നീക്കി കൊടുക്കണമേ കർത്താവെ. സ്വർഗത്തിന് കലവറ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റാത്തവണ്ണം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടുമില്ല. ഞങ്ങൾക്ക് തരുവാനില്ലാത്തവണ്ണം അവിടുത്തെ പക്കലൊന്നിനും കുറവില്ല പച്ച. ഹല്ലേലൂയ. സർവത്തെയും കർത്താവെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കർത്താവ് കഴിയുന്ന ദൈവമേ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. യേശുവേ, നന്ദി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ആമീൻ, ആമീൻ. നമ്മുടെ ഗ്രൂപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച മോനിഷയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ അഭിഷിക്തന്മാരെ അവരുടെ കുടുംബങ്ങളെയും വഹിച്ചുകൊണ്ട് ജെഫിൻ പ്രാർത്ഥിച്ചാട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസപിതാവേ, അനുഗ്രഹമായ ഈ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. എന്റെ മക്കളാൽ ഞങ്ങൾ ഒരുമിച്ച് ഈ സൂം മീറ്റിലേക്ക് കടന്നു വരുവാൻ കർത്താവ് വഴിയാക്കി കൃപയ്ക്കായി സ്തോത്രം. ഇതിലായി കൂടിയിരിക്കുന്ന എല്ലാവരെയും കർത്താവെ നീ അറിയുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ, പാടുവാൻ, ഞങ്ങൾക്ക് സംഘത്തിൽ ധ്യാനിപ്പാനൊക്കെ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ആളമ്പത്ത് പേര് വരെ എല്ലാവരെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ദൈവപ്രവൃത്തി, ദൈവഹിതം ഓരോരുത്തരും വെളിപ്പെടുന്നേ. പ്രത്യേക ദൈവാസീനെ ഏൽപ്പിച്ചിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, കേരളത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും ഉണ്ടായിരുന്നു കർത്താവെ. അതിൽ കർത്താവെ ഒരു പ്രശ്നമില്ലാതെ ദൈവം ഞങ്ങൾ ഇത്രത്തോളം പരിപാലിച്ച് കർത്താവെ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്ന ദൈവമേ, നിന്റെ കാര്യങ്ങളിലേക്ക് ഈ അത്ഭുതം ചെയ്തതിനുള്ള സ്തോത്രം കർത്താവെ. ദൈവപ്രവൃത്തി, അതിനാൽ ഞങ്ങള് കർത്താവെ നിങ്ങൾ രാജ്യത്തിന്റെ തലവന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, ഭരണാധികാരികളെ എല്ലാം കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ദൈവമേ, നിന്റെ കൃപ ഞങ്ങളിൽ പാർണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, നിന്റെ ശക്തി ഞങ്ങളിൽ പാർണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, രാജ്യത്ത് നശിക്കുന്ന പോകുന്ന ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ സുവിശേഷത്തിന് കർത്താവെ വഴി അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് കാണുന്നുണ്ട് കർത്താവെ. പല ദേശത്തും കർത്താവെ പല സുവിശേഷന്മാരും കർത്താവ് ജയിലറെ പാർക്കുവാണല്ലോ കർത്താവെ. സുവിശേഷന്റെ വഴികൾ കർത്താവെ മറ്റ് സ്റ്റേറ്റുകൾ, കേരളത്തിന്റെ മറ്റ് സ്റ്റേറ്റുകളിൽ അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ദൈവമേ, അനേകർ പീഡിക്കപ്പെട്ടുകൊണ്ട് അനേക സഭകൾ അടഞ്ഞു കിടക്കുമ്പോൾ, അനേക ദൈവാസന്മാരെ കർത്താവ് ജയിലറെ പാർക്കുമ്പോൾ, അനേക ദൈവമക്കൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലാതെ നിവൃത്തിയില്ലാതെ ദൈവാസന്മാരും ദൈവജനും ഭാരപ്പെടും കർത്താവെ. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ, നിന്റെ പ്രവൃത്തി ഈ രാജ്യത്തിന് വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ ഹിതം വെളിപ്പെടണമെന്ന് അപേക്ഷിക്കും. പ്രത്യേക കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾക്ക് കർത്താവെ ദൈവത്തെ ആരാധിപ്പാനും ജീവിപ്പാനും കർത്താവ് തരുന്ന കൃപയ്ക്കായി എന്റെ ഭരണാധികാരികൾ എന്തെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവിടെയും ദൈവത്തിന്റെ വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കർത്താവെ. ദൈവത്തിന്റെ സുവിശേഷത്തിനുള്ള വാതിലുകളെ തുറക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. അങ്ങനെ കേരളത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഭരണാധികാരികളെ, അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ഇന്ത്യ മഹാരാജ്യത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, വേൾഡിൽ രാജ്യങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ രാജ്യങ്ങളെ
കാര്യങ്ങളെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. എന്റെ ഭരണാധികാരികൾ ഓർത്ത് പ്രാർത്ഥി. ലോക സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ കർത്താവ് വരുവാനുള്ള എന്റെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണം, ആകാശ ലക്ഷണം, പാവജീവ ലക്ഷണം, ജാതിക ലക്ഷണം കണ്ടുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഉണർന്ന പ്രത്യാശയുള്ളവരായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മറ്റുള്ളവർക്ക് ഇടിവ് നിൽക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. കർത്താവെ ഞങ്ങളുടെ രാജ്യത്തെ ഓർത്ത് വേൾഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സകല സുവിശേഷ പ്രവർത്തനങ്ങളെ, സകല കർത്താവ് ദൈവമക്കളെയും ഓർത്ത ഭൂലോകമാണ് അവിടെ ഇവിടെ ചെതറി പാർക്കുന്ന ദൈവമക്കളെയും സുവിശേഷം അറിയിക്കുന്ന ദൈവമക്കളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സുവിശേഷത്തിന്റെ ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെ, ദൈവരാജ്യത്ത് കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നും വൃഥാവായി പോകത്തില്ല കർത്താവെ. പ്രത്യേക കർത്താവെ ഞങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അവിടെ എവിടെയായി രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ദൈവമായിരിക്കാൻ കർത്താവെ. അത്ഭുതപ്പെടുത്തൽ ഞങ്ങളുടെ ദേശത്തോട് കരുണ തോന്നണമേ. ദേശത്തോടുള്ള കർത്താവെ എന്റെ അത്ഭുത പ്രവർത്തികളുമേ അനേക സുവിശേഷത്തിനെ അറിയുവാൻ കർത്താവിന്റെ ഹിതം വെളിപ്പെടുവാൻ പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രങ്ങളെ കടന്നു വരാൻ കഴിയത്തില്ല കർത്താവെ. അങ്ങനെ പിതാവ് അനേകരെ ആകർഷിക്കണമേ, അനേകരെ അങ്ങയുടെ പുത്രങ്ങളിലേക്ക് കൂട്ടിവരുത്തണമേ എന്ന് ഉപേക്ഷിക്കും. അതിനായി ഞങ്ങളെ കർത്താവ് അനേകരെ രീതിയിലേക്ക് തിരിക്കുന്ന ഒരു ആകാശ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ അതിലൊരു ശോഭിക്കുന്നവരായി തീരുമ്പോൾ കർത്താവെ. ഞങ്ങൾ ഒരുക്കപ്പെട്ട ഈ സമയം ഞങ്ങളുടെ മരണം അല്ല കർത്താവിന്റെ വരവ് ഞങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ കർത്താവെ ഞങ്ങൾ ഒരുക്കമുള്ളവരായി തീരുവാൻ കർത്താവെ. ദേശത്തിന് വേണ്ടി നശിക്കുന്നതിന് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഉപേക്ഷിക്കും കർത്താവെ. എല്ലാം കൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. എല്ലാ വിട്ടുവരുന്ന വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവ് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ച ജെഫിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടഭാരത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി ജോൺസണിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. എനിക്കും എൻ്റെ 3 കുഞ്ഞുങ്ങളും പനിയായി ഭാരപ്പെടുന്നു. ജോൺസനെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ബീന പനിയായി ഭാരപ്പെടുന്നു. പിന്നെ നമ്മുടെ തലമുറകളെ എല്ലാം അങ്ങ് വഹിച്ചുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചേര്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. റിബർവ ശാന്തന രഗഡഗ സ്യാന്തന വൈശുസ്യാര കൽഖേമ നഗരഗതിയാന്തന അർദ്ധരാധരഗഡഗ ശാന്തേരി കൽഖേമ നഗരഗതിയാന്തന വൈശുസ്യാര കൽഖേമ നഗരഗതിയാന്തന. കർത്താവേ ദൈവത്തെ കേൾപ്പിക്കുന്നു. പരിശുദ്ധനെ സുഖിരാജാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ സൂമിൽ കർത്താവ് ഒരുമിച്ച് കർത്താവ് ഒരു മനസ്സോടെ ഒരാത്മാവോടെ കർത്താവെ ദൈവസ്ഥനിലെ അടുത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ അസാധാരണമായ കരം കർത്താവ് രാത്രി ചലിക്കണം. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ കർത്താവെ പ്രിയ വിശുദ്ധദാസ് പറഞ്ഞ വിശുദ്ധനായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുമേലെല്ലാം കരം ചലിക്കട്ടെ കർത്താവ്. ദൈവ വചനത്തിന്റെ ശക്തി ചലിക്കട്ടെ കർത്താവ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചലിക്കട്ടെ. ദൈവ വചനത്തിന്റെ ശക്തി ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞെരുക്കത്തിന്റെ അനുഭവങ്ങൾ മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ. ധനുമാനവും പുരാതന സംഭവമുള്ള കർത്താവെ. തന്റെ കുഞ്ഞുങ്ങളുടെ കർത്താവ് സാമ്പത്തിക ഞെരുക്കങ്ങളെ കടഭാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീക്കുപോക്കുകൾ കൽപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ദൈവിക ജ്ഞാനം, ദൈവത്തിന്റെ കരുതൽ കർത്താവെ കുഞ്ഞുങ്ങളുടെ മേൽ സാമ്പത്തിക വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന ഭവനത്തിന്മേൽ അസാധാരണമായ ഡെലിവറൻസ് ഫിനാൻഷ്യൽ മേഖലയിൽ കർത്താവെ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാവുക ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളായി ഭാരപ്പെടുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ദുദീന എന്ന് പറയുന്ന കർത്താവെ മകൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലീഡ് ചെയ്ത കർത്താവ് ആന്റിയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ രോഗത്താൽ ഭാരപ്പെട്ട് കർത്താവ് ദൈവത്തിങ്കിലേക്ക് കരഞ്ഞിട്ടുന്നോ, ദൈവത്തിങ്കിലേക്ക് മുഖമുയർത്തുന്നു കർത്താവെ. അവങ്കിലേക്ക് നോക്കി പ്രകാശരായി അവരെ മുഖമോ ലജ്ജിച്ചു പോയി തിരുവെടുത്ത് പറയുന്ന കർത്താവ്. എളിവൻ നിലവിളിച്ചു കേട്ട് സകല കഷ്ടങ്ങളും വിടുവിച്ചു എന്ന് പറയത്തുകൊണ്ട് കർത്താവ് അസാധാരണമായ വിടുതൽ ശരീരത്തിൽ സംഭവിക്കട്ടെ കർത്താവ്. ദുഷ്ടൻ കെട്ടിവെച്ച ശരീരത്തിലെ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്. സകല ബലത്തെ ചവിട്ടുക ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അവയാൽ ദോഷം വരത്തില്ലെന്ന് അരുളിച്ചെയ്ത നസറേനായ യേശുവിന്റെ നാമത്തെ രോഗബന്ധനങ്ങളെ അഴിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ അഭിഷുദ്ധൻ ഭൂമിയിൽ കിടന്ന് സ്വർഗത്തിൽ കടപ്പെടും. ഒരു ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് അരുളിച്ചെയ്ത നസറേനായ യേശുവിന്റെ നാമത്തെ രോഗബന്ധനത്തെ രോഗാത്മാവിന്റെ തലങ്ങളെ കർത്താവ് രാത്രി അഴിക്കുന്നു. നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നത് വേരറ്റു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവ്. സൗഖ്യത്തെ പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് ഞാൻ കൽപ്പിക്കുന്നു. എന്റെ അടിപ്പിടാതെ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്ന വചനത്തെ
രാത്രി ആമെ അയച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമെ രോഗമുള്ള ഭാഗങ്ങൾ സൗഖ്യത്തിന്റെ കരം ചലിക്കണം. വലിയ ആമെ ഹീലിംഗ് ആമെ ഇപ്പോൾ സംഭവിക്കട്ടെ കർത്താവെ. ആശ്വാസം വെളിപ്പെടട്ടെ കർത്താവെ. ആമെ അത് തിരിച്ചറിയട്ടെ കർത്താവ്. പത്രോസിന്റെ അമ്മായി പനി പിടിച്ചു കിടന്നപ്പോൾ കർത്താവ് യേശുവിടെ കടന്നു തൊട്ടു ക്ഷണത്തിൽ ആമെ പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്തതുപോലെ കർത്താവെ ആരൊക്കെ ആമെ കർത്താവ് ആത്മീയ ജീവിതത്തിൽ കർത്താവ് രോഗത്താൽ ഭാരത്താൽ ഞെരുക്കത്താലായിരിക്കുന്നവരുടെ മേൽ നിന്ന് അത് ഈ ക്ഷണത്തിൽ വിട്ടുമാറുവാൻ തക്കണം. ആമെ യേശുവിന്റെ നാമത്തെ command in the name of Jesus. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന് ചെയ്തനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയോടെ വെളിപ്പെടട്ടെ. വചനത്തിന്റെ ശക്തിയോടെ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ജീവനും ചൈതന്യമുള്ള ഇരുവായിട്ടുള്ള ഏത് വാളിനെക്കാട് മൂർച്ചനും പ്രാണതയാൽ ഭാവന സന്ധിബന്ധങ്ങളെ വേർപിടിക്കും പറ്റത്തുള്ള വചനത്തിന്റെ ശക്തി അവൻ ഇറങ്ങട്ടെ കർത്താവ്. ഹൃദയത്തിലെ ചിന്തകളെ ഭാവങ്ങളെ വിവേചിച്ച് അറിഞ്ഞ് അവരെ ഹൃദയത്തിൽ നിന്ന് ശത്രു കൊണ്ടിരിക്കുന്ന എല്ലാ കളകളും വിട്ടുമാറി ആമേ രോഗ സൗഖ്യത്തിന് ആമേ നിദാനമാകുന്ന ദൈവപ്രവൃത്തിയോടെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ കല്ലായുള്ള അനുഭവങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആമേ ഭാരങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിഴലുകൾ മൂടുപടങ്ങൾ കിടക്കപ്പെട്ടെങ്കിൽ അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകേണ്ടതായി അവർ സൗഖ്യമാകേണ്ടതായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിശേഷം ഭവനമില്ലാതെ ഭാരപ്പെടുന്ന തന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഭൂമി ആമെ ജനത്തിന് മനുഷ്യന് പാർക്കുവാനുള്ള ആമെ കർത്താവ് തരത്തിൽ ദൈവം സൃഷ്ടിച്ചെങ്കിൽ കർത്താവെ ആമെ സ്വന്തം യേശു ആമെ ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ കർത്താവെ ദരിദ്രനായി ആമെ വഴിയമ്പലത്തിൽ ആമെ ഭവനമില്ലാത്തവനായി ആമെ കർത്താവെ അവൻ ദരിദ്രനായി തീർന്ന കൃപ ഞങ്ങൾ ഓർത്തുകൊണ്ട് ആമെ ഭവനമില്ലാത്തവർക്ക് ഭവനത്തിന്റെ വഴികളെ വാതിലുകളെ ആമെ തുറക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ ശക്തിയെ ഞാൻ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമെ കരുവുന്നവർ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. പത്രോസിന്റെ പടകനെ നിറച്ച ദൈവത്തിന്റെ ആമെ സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ കലവറ ഇന്ന് രാത്രി തുറക്കേണ്ടതായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമെ ദൈവം തന്നെ ആമെ ആ ഭവനത്തിന് വേണ്ട ക്രമീകരണങ്ങളെ ചെയ്യുവാൻ ആമെ കർത്താവെ ആരൊക്കെ ഏതൊക്കെ വിഷയത്തിന് ഭാരപ്പെടുന്നു ആ ദുഃഖങ്ങളെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് സഭയായി ആമെ അഴിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമെ അഭിഷേകം ആമൻ ദുഃഖത്തെ തക്കുന്ന പുഷ്ടി നിമിത്തം ദുഃഖം തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. ശത്രു ബന്ധിച്ചനെ സാത്താൻ ബന്ധിച്ചനെ അഴിപ്പാനത്ര ദൈവത്തിനും പ്രത്യക്ഷ ദൈവത്തിന്റെ വചനത്തെ ഞാൻ അയച്ചു പ്രാർത്ഥിക്കുന്നു. ആ വിശുദ്ധമേൽ വലിയ വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. സ്വർഗത്തുമേൽ ആമെ എല്ലാ ക്രമീകരണങ്ങളെ പരിശുദ്ധാത്മാവ് രാത്രി ചെയ്യണം. അസാധാരണമായ ഡെലിവറൻസ് ഈ പ്രാർത്ഥിച്ച വിശുദ്ധമേൽ സംഭവിക്കട്ടെ. രോഗത്തിന്റെ വിശുദ്ധമേൽ ഭവനത്തിന്റെ വിശുദ്ധമേൽ ആമെ സാമ്പത്തിക വിശുദ്ധമേൽ ഏതൊക്കെ വിശുദ്ധമേൽ ഭാരപ്പെടുന്ന വിശുദ്ധമേൽ എല്ലാം ആമൻ മുഖങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഒരു വിഷയം കൂടി പ്രാർത്ഥിക്കുന്നത് വചനം സംസാരിക്കുന്ന അവിശുദ്ധമേൽ ദൈവത്തിന്റെ അസാധാരണമായി കരം ചലിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജനത്തിന് ആവശ്യമായ ദൈവികമായ ആഹാരത്തെ ദൈവിക മന്നയെ വചനത്തെ മായമില്ലാത്ത പാലിനെ പകരുന്ന സാധാരണമായ ഡെലിവറൻസ് കർത്താവ് വെളിപ്പെടുത്തണം. പ്രാർത്ഥി സ്വർഗം സന്തോഷിക്കുന്ന ദിനമായി തീരട്ടെ കർത്താവ്. എല്ലാവരുടെയും കല്ലായുടെ ഹൃദയങ്ങളെ മാറി മാംസമായ ഹൃദയങ്ങളെ പകർന്ന് നിർമ്മല ജലത്തെ തളിക്കുന്ന അസാധാരണമായ ഡെലിവറൻസ് കർത്താവിന്റെ രാത്രി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതം ചെയ്യണം പ്രാർത്ഥിക്കുന്നു. അവിശുദ്ധ ശക്തമായിട്ട് ഉപയോഗിക്കണം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവുയായിരിക്കട്ടെ. ദൈവരാജ്യം മഹത്വത്തോടെ ഇറങ്ങട്ടെ. സൂമിൽ യേശുവിന്റെ നാമത്തിൽ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന രാത്രിയെ തീരും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നത് സംഭവിക്കട്ടെ. റൈറ്റ് നൗ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്നത് ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം തിരിച്ചറിയുന്നോണം. കൃപ വ്യാപരിക്കട്ടെ. ആമേ മരുഭൂമി കൃപ കണ്ടെത്തിയതുപോലെ അസാധാരണമായി കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങനെ ചെയ്യണം, അത്ഭുതമാക്കണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മ നീതങ്ങൾ ശുശ്രൂഷയെ മാനിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ. പ്രാർത്ഥിച്ച ജോൺസൺ ബ്രദറിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. അതിനായി നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. നമ്മുടെ ബ്രദർ ജോൺസനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിനെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ആലോചനകൾ ഒക്കെ ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളോട് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് തടസ്സമായി എന്തെങ്കിലും ഞങ്ങളുടെ മുന്നിൽ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടും ചുവപ്പായിരിക്കുന്ന പാപങ്ങളെ എല്ലാം കർത്താവെ ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവെ, ഹിമം പോലെ വെളുപ്പിക്കാമെന്നല്ല ചെയ്ത കർത്തന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. വചന ശുശ്രൂഷയ്ക്കായി ബ്രദർ തങ്കച്ചൻ ജോണിനെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
കാർമൽ വേറെ ഗ്രൂപ്പിനോട് ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തിന് വചനമായി നിൽക്കുവാൻ എന്റെ ദൈവം എന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ വിനയ് ജോസഫ് അവர்களാണ് എന്നെ ഇതിനകത്തേക്ക് ഇന്നലെ രാത്രി വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിപ്പാനിടയായി തീർന്നത്. ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിന് അഡ്മിനായിരിക്കുന്ന പ്രിയ ഗ്രേസി ആന്റി ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രേയർ ലീഡ് ചെയ്ത പ്രിയ ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിലെ സങ്കീർത്തനം ശുശ്രൂഷിച്ച സ്തോത്രം പ്രിയ അരുൺ ബദറിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടുള്ള നന്ദി രാത്രികാലം ഓർപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ ഗ്രൂപ്പിനകത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ മാത്യുവിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അബുദാബി ഇമ്മാനുവേൽ ഇന്റർനാഷണൽ ചർച്ചിന്റെ ഒരു സഹശുശ്രൂഷനായിട്ടും ശക്തമായി ദൈവം അനേക സ്റ്റേജുകളിൽ ഇത് ആളുകളിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നതിനാണ് ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒന്നിച്ച് ഏകദേശം ഒരു 1-2 വർഷം ഒന്നിച്ച് അബുദാബി പഠനത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഇന്നാളുകൾ ദൈവം തന്റെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ശക്തമായി വരുന്ന ആളുകളിൽ അനുഗ്രഹിക്കട്ടെ. സ്തോത്രമല്ലയ. കർത്താവിന്റെ വചനവുമായി അനേകരുടെ മുമ്പാകെ നിൽക്കുവാൻ, അനേകരെ ദൈവത്തിലേക്ക് തേടുവാൻ ദൈവം ദാസനെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയില് സ്തോത്രം അനേക മെസ്സേജുകൾ നമ്മൾ കേൾക്കുന്നു, അനേക മെസ്സേജുകൾ, അനേക മീറ്റിങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ കാര്യം ഇതാ: നമ്മള് എത്ര രാത്രി മുഴുവനും ദൈവവചനം കേട്ടുകൊണ്ടിരുന്നാലും നാം അത് പ്രമാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനം കൊണ്ട് യാതൊരു കാര്യമില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവദാസന്മാരെ പ്രാർത്ഥിച്ച് ദൈവം കൊടുക്കുന്ന ആലോചന സൂം മീറ്റിങ്ങിലായാലും അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയാലും നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവദാസന്മാർ പറയുമ്പോൾ അതിനെ ആ തരത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് നമുക്കും ചെല്ലുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ കേൾക്കുന്ന വചനം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. വചനത്തോട് പ്രതികരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് വല്ലതും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ പ്രിയ ഗ്രേസി ആന്റി ആണെന്നാ തോന്നുന്നത്. സ്തോത്രമല്ലിയ. ആ ദൈവദാസിയെ പ്രീതിപ്പെടുത്താൻ ആരും ഈ സൂം മീറ്റിംഗ് കയറരുത്. നിങ്ങളെ ഒരു പക്ഷെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ദൈവദാസനെ വിളിച്ചത് വെറുതെ ആയി പോയല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അല്ല, ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ വിടുതൽ വേണമെന്നൊരു ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം സൂം മീറ്റിംഗിൽ കയറേണ്ടത്. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിയുന്ന ദൈവമാണ്. നിന്റെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവമാണ്. നീ ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെയോ, നീ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെയോ, സാരിയുടെയോ നിറവോ, അല്ലെങ്കിൽ നീ തലയിലടിച്ച ടൈയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ലേബലോ ഒന്നും എന്റെ ദൈവത്തിന് വിഷയമല്ല. രാത്രി എന്റെ ദൈവത്തിന് ആഗ്രഹം നിന്റെ ഹൃദയത്തെ അവന് വേണ്ടത്. അവന് വേണ്ടത് രാത്രി ഇന്ന് കൊടുക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പച്ചന് വേണ്ടത് നമ്മുടെ ഹൃദയത്തെയോ, നമ്മുടെ സമ്പത്തിനെയോ, നമ്മുടെ സൗന്ദര്യത്തിനെയോ, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റോ, അല്ലെങ്കിൽ നമ്മൾ മേടിച്ച ഏക്കറുകളോ, നമ്മൾ പണിത വീടുകളോ, നമ്മൾ മേടിച്ച കാറിന്റെയോ വലിപ്പം ഒന്നും എന്റെ ദൈവത്തിന് അറിയണ്ട. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് വേണ്ടത് എന്റെ ഹൃദയമാണ്. ഇന്ന് രാത്രി അത് കൊടുക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. സ്തോത്രമല്ല. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇസ്രായേലിലാണോ, UK-യിലാണോ, ഇന്ത്യയിലാണോ, സൗദിയിലാണോ, അബുദാബിയിലാണോ, ഒന്നും എനിക്കറിയത്തില്ല. സ്തോത്രമല്ല. ഇന്ന് രാത്രി നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ കരുതുന്ന ദൈവത്തിന് മുൻപാകെ നിന്റെ ഹൃദയത്തെ ഒന്ന് പകരാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് ആരാലും ബന്ധിക്കപ്പെട്ടിടക്കുന്ന, അല്ലെങ്കിൽ ആരാലും വെടിവിക്കപ്പെടാത്ത ചില മേഖലകൾ ഇന്ന് രാത്രികാലം വെടിവിക്കപ്പെടുന്ന രാത്രിയ ശുവാന്റെ റേത്താനും വചനത്താനും ചുമടുക്കുക. താങ്ക് യു ജീസസ്. ദൈവാത്മാവ് തുടക്കത്തിൽ എന്നോട് ഇങ്ങനെ പറയാൻ വിളിച്ചു പറയുന്നു:
ഒരു റബ്ബറും കമ്പെടുത്ത് അല്ലെങ്കിൽ കുറ്റി എടുത്തിട്ട് റബ്ബറിന്റെ ഒരു കുറ്റി എടുത്തിട്ടിട്ട് കീറാൻ തുടങ്ങിയാൽ നല്ല ആരോഗ്യമുള്ളവൻ 2 വെട്ട് വെട്ടുമ്പോൾ അത് പൊളന്നു പോകും. എന്നാൽ എത്ര ആരോഗ്യമുള്ളവനായും പുളിമുട്ടത്തെ വെട്ടിയാൽ അത് ഏക്കത്തില്ല, അത് തെറിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിനകത്തേക്ക് വീഴുമ്പോൾ ഇന്ന് രാത്രികാലം ആ വചനത്തിന് മുൻപാകെ ഒന്ന് ഏൽപ്പിക്കാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി ചിലത് ചെയ്യാൻ ദൈവത്തിന് കഴിയും. അല്ല, ഇന്ന് രാത്രികാലം പുളിമുട്ടി പോലെ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ഹൃദയം കല്ലുപോലെ ഇന്ന് രാത്രികാലമായിരുന്നാൽ നീ എത്ര ദൈവവചനം കേട്ടാലും എനിക്കറിയില്ല ഇന്ന് രാത്രി എങ്ങനെ ദൈവത്തിന് ആത്മാവ് ഇടപെടുന്നെന്ന്. ഇന്ന് രാത്രി ആരോടൊക്കെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ എന്റെ ദൈവത്തിന് ആവശ്യമായ അത് ഹൃദയത്തിന്റെ അകത്ത് അത് സ്തോത്രം വീഴുന്ന വചനമുണ്ടല്ലോ. ഇന്ന് രാത്രി നിന്റെ ചെവി കൊണ്ട് കേൾക്കുന്ന വചനം അതിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്ന് രാത്രി ആ വചനത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടി അല്ലെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി വേണ്ടി ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ ദൈവശക്തന. Praise the Lord. Thank you, Jesus. യേശു ഭണ്ഡാരേത്തുതാലും വചനത്താലും രാത്രി ജയമെടുക്കുക. ഞാൻ പ്രിയ വിനോയ് പാസ്റ്ററെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ ദേവദാസനെ ഓർക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ദൈവത്തിന്റെ വചനവുമായി നിൽക്കുന്ന ഒരു ദൈവദാസനാണ്. സ്തോത്രം. അനേക സൂം മീറ്റിങ്ങുകളൊക്കെ തനിക്ക് ഒരു ദിവസം 2-3 മീറ്റിംഗ് ഒക്കെയാ ഉള്ളത്. എന്നോട് ഇന്നലെ രാത്രി ഏകദേശം ഈ സമയമായി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, തങ്കച്ചായ നാളെ തങ്കച്ചാൻ ഒരു മെസ്സേജ് എടുക്കാൻ പറ്റുമോ എന്നോട് ചോദിച്ചു. ഞാൻ ദേവദാസൻ പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ ഒഴിയത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്. സ്തോത്രമല്ലേ പ്രിയ മർജീവിതന്നറിയാം. സ്തോത്രമല്ല ഇന്ന് രാത്രി കാലം പ്രിയമുള്ളവരെ ആ പ്രിയദാസൻ പറഞ്ഞപ്പോ പോലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇന്ന് ഞാൻ എന്റെ ജോലിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കിയത്. സ്തോത്രം. ഞാൻ ജോലിയിൽ ഇരിക്കുമ്പോഴാണ് ഈ മെസ്സേജ് ഇന്ന് രാത്രി തയ്യാറാക്കിയത്. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ രാത്രി മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് തന്നൊരു വചനം വായിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി മത്തായി സുവിശേഷം വചനം കേൾക്കണമെന്ന് കേട്ടോ ഇന്ന് രാത്രി. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ആരെങ്കിലും ഒരു മൈക്ക് മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് വായിച്ച് സഹായിച്ചാൽ ഉപകാരമായിരുന്നു. മത്തായി അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിലടയ്ക്കുകയും ചെയ്തു. മതി. സ്തോത്രം. വാങ്ങുവാൻ നിങ്ങൾക്ക് ഇതിന്റെ ചരിത്രം അറിയാം. ഒരു പക്ഷേ വചനത്തിന് നല്ല പാണ്ഡിത്യമുള്ളവരും വചനം പഠിച്ചിട്ടുള്ളവരും ഒക്കെ ഇതിനകത്തുണ്ട്. അനേക മെസ്സേജുകൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട്. അല്ലേ സ്തുതി. ഇന്ന് രാത്രി കാലം ആ കേട്ട വചനം ഇത്രേ ആകണമെന്നുള്ള ഇതാണല്ലോ അതിന്റെ പിമ്പും ഇതൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്തയോട് കൂടി നിങ്ങൾ ഇരിക്കരുത് രാത്രി. സ്തുതരം. അങ്ങനെയുള്ള ചിന്തയിലേക്കല്ല ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കടത്തിയതും അങ്ങനെയല്ല. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു രീതിയിലേക്കേ അല്ല. സ്തോത്രമല്ല. ഞാൻ തുടക്കത്തിലെ ഞാൻ അതങ്ങ് പറയാം. നിങ്ങൾ അങ്ങനെ ഒരു മൈൻഡിൽ ഇരിക്കരുത്. സ്തോത്രമല്ല. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. സ്തോത്രം. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങിയിരുന്നവരെ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, ഒരുങ്ങിയിരുന്നവരെ അവനോട് കൂടെ സദ്യക്ക്, കല്യാണ സദ്യക്ക് അകത്ത് കയറി ശുഭണ്ട റേത്താലും വചനത്താലും ക്ഷയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താലും വചനത്താലും രാത്രി ക്ഷയമെടുക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ രാത്രി നിങ്ങളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുങ്ങി ഇരുന്നവരെ സ്തോത്രമല്ല ആ മണവാളനോട് കൂടെ അല്ലെ സ്തോത്രം അത്താഴ സദ്യക്ക് വേണ്ടി അകത്തു പ്രവേശിച്ചു. സ്തോത്രമല്ല. അകത്തു കയറി കഴിഞ്ഞപ്പോൾ ഒരുങ്ങിയിരുന്ന ആരെയും അവിടെ കൈവിട്ടില്ല. നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കണം. ഒരുങ്ങി ഇരുന്ന ആരും കൈവിട്ടു പോയില്ല. അവരെ ചേർക്കാതെ കഥ വടച്ചില്ല. ഒരുങ്ങി ഇരുന്നവരെ സ്തോത്രമല്ല അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെ സ്തോത്രമല്ല കഥവ് അടഞ്ഞു.
കഴിഞ്ഞ ഞായറാഴ്ച ദിവസമല്ല ദൈവാത്മാവ് എന്റെ മാതൃചർച്ചില് ഞാൻ ശുശ്രൂഷിക്കുവാൻ എഴുന്നേറ്റപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്നൊരു വാക്യമായിരുന്നു. സ്തോത്രമാ, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവർത്തികളെ അഴിച്ചു വച്ചിട്ട് വെളിച്ചത്തിന്റെ മക്കളാക്കി, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നത്, അല്ലെങ്കിൽ സ്തോത്രമല്ലെ, ഒരുങ്ങി ഇരുന്നവർ, അല്ലെങ്കിൽ സ്തോത്രം, മണവാളിനോട് കൂടെ അവർക്ക് അത്താഴ സദ്യക്ക് വേണ്ടി, അല്ലെങ്കിൽ കല്യാണ സദ്യക്ക് വേണ്ടി അകത്തു കയറിയപ്പോൾ പുറത്ത് ഒരു കഥ പടഞ്ഞു. ഇന്ന് രാത്രി കാലം 2025, അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ മെയ് മാസം 15-ാം തീയതി, അല്ലെങ്കിൽ 16-ാം തീയതി വിളിച്ചു പറയുക, അല്ലെങ്കിൽ സ്തോത്രം, മണവാളന്റെ വരവ് അടുത്തിരിക്കുക കൊണ്ട് ഇന്ന് രാത്രി കാലം അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാൻ എന്റെ മണവാളൻ വരാനായി. ഒരുങ്ങിയിരിക്കുന്നവനെ ചേർക്കാൻ, പെന്തക്കോസുകാരനെ ചേർക്കാനല്ല, CSA-കാരനെ ചേർക്കാനല്ല, ഓർത്തഡോക്സുകാരനെ ചേർക്കാനല്ല, ഈ ലോകത്തിലെ മാനവരാശിയെ ചേർക്കാനല്ല, ഒരുങ്ങിയിരിക്കുന്നവനെ ചേർക്കാൻ മണവാളൻ വരാറായി. നമ്മുടെ കുടുംബത്തിൽ എവിടെങ്കിലും ഒരു കല്യാണം നടന്നാൽ വീട്ടിലിരുന്ന നൈറ്റി വെച്ചുകൊണ്ട് ആരെങ്കിലും കല്യാണത്തിന് പോകാറുണ്ടോ? വീട്ടിലിവിടുന്ന കൈലിയും കൊടുത്ത് ടീഷർട്ടും ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോകാറുണ്ടോ? ഇല്ല. മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുളിച്ചൊരുങ്ങി ഷേവൻ ചെയ്ത്, അല്ലെങ്കിൽ സ്തോത്രം, കിട്ടാവുന്ന ഏറ്റവും നല്ല ക്രീമും തേച്ച് നല്ല സ്പ്രേയും അടിച്ചറിയ നല്ല രീതിയിൽ ഒരുങ്ങി, അല്ലെങ്കിൽ സ്തോത്രം, ഈ ലോകത്തിലെ കല്യാണത്തിന് നാം പോകാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ രാജാതി രാജാവായവൻ അവൻ മടങ്ങി വരാൻ പോകുക. അവന് വേണ്ടി കാത്തിരിക്കുന്നതിനെ കാത്തു ചേർക്കാൻ എന്റെ പ്രിയൻ വരാറായി. എന്റെ നിങ്ങളെ കാത്തിരിപ്പ് വെറുതെയല്ല കേട്ടോ. ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും, ഇവിടെ ഒന്നും പ്രാപിച്ചില്ലെങ്കിലും, ഇവിടെ ഒരു പക്ഷെ ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ലെങ്കിലും, ഒരു പക്ഷെ ബാങ്കിൽ കടമാണെങ്കിലും, ഒരു പക്ഷെ നാളെ നേരം വെളുക്കുമ്പോൾ വാടക കൊടുക്കാൻ നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കാലമല്ല, നിനക്ക് നിത്യത നഷ്ടപ്പെടത്തില്ല. നീ ഒരു വിശുദ്ധന അല്ലെങ്കിൽ ഒരു വിശുദ്ധയാണെങ്കിൽ ഇന്ന് രാത്രി നീ കൈവിട്ട് പോകത്തില്ല. നിന്നെ അകത്തു കയറ്റാതെ അവൻ വാതിലടക്കയില്ല. ഒരുങ്ങിയിരിക്കുന്നവനെ ചേർക്കാൻ എന്റെ പ്രിയൻ വരാൻ പോകുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രമല്ല, ഇന്ന് രാത്രി ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാൻ എന്റെ പ്രാണപ്രിയൻ വരാൻ പോകുന്നു. വാങ്ങുവാൻ പോയവരും മടങ്ങി വരുന്നതിന് മുമ്പ് ഒരുങ്ങിയിരുന്നവരെ ചേർക്കാൻ കർത്താവ് വന്നു, അല്ലെങ്കിൽ മണവാളം വന്നു. മണവാളം വന്ന് ആ ഒരുങ്ങിയിരുന്നവരെ ചേർത്തുകൊണ്ട് അകത്ത് കയറി കഥവടച്ചെന്നാ കേട്ടത്. യെസ്, എന്റെയും നിങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് എന്റെ ദൈവത്തിന് വേണ്ട. എന്റെയും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയല്ല, എന്റെ നിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത നോക്കിയല്ല എന്നെ നിന്നെ സ്വർഗത്തിലെ അപ്പച്ചൻ വിളിച്ചത് കേട്ടോ. ഇന്ന് രാത്രി കാലം അറിയാ, എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അറിയാ, ഞാൻ പാപിയായിരുന്നപ്പോൾ, എന്നെ ആർക്കും വേണ്ടാതിരുന്നപ്പോൾ, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ, സ്തോത്രം, എന്നെ പുറത്തേക്ക് അല്ലെങ്കിൽ സ്തോത്രം എന്നെ തള്ളി അങ്ങോട്ട് മാറ്റി നിർത്തിയെടുത്തുന്ന ഇന്ന് രാത്രി കാലം അറിയാ, നിന്നെ മാറോട് ചേർത്തണച്ച് സ്തോത്രം, പ്രിയമകനെ പ്രിയമകളെ എന്ന് പറഞ്ഞ് സ്തോത്രമല്ലേ നിന്നെ ചേർത്ത് പിടിച്ച ഒരു ആത്മനാഥനുണ്ട്. അവൻ പറയുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെ നിന്നെ ചേർത്തുകൊള്ളാൻ ഞാൻ വേഗം വരാൻ പോകുമെന്ന് പറയുമ്പോൾ അതിന് സന്തോഷമുള്ളവർ എത്ര പേര് രാത്രി ആമേൻ പറയാൻ കഴിയോ? Praise the Lord. Thank you, Jesus. എന്റെ പ്രിയ സഹോദരി, ഇന്ന് രാത്രി ഒരു പക്ഷെ നീ വാടക വീട്ടിലായിരിക്കാൻ കഴിയുന്നത്, ഒരു പക്ഷെ ഇന്ന് രാത്രി കാലമല്ല, നാളെ എന്ത് ചെയ്യും എന്നറിയാതെ വണ്ണമായിരിക്കാം നീ ഭാരത്തോടായിരിക്കാം ഇന്ന് രാത്രി ഇവിടെ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി അനേക ചോദ്യത്തോടു കൂടി ആയിരിക്കാം ഇന്ന് രാത്രി നീ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. എങ്കിൽ ഇന്ന് രാത്രി കാലമല്ല, ഈ ലോകത്തുള്ള യാതൊരു നീ ഓർത്ത് നീ വ്യാകുലപ്പെടാതെ ഇന്ന് രാത്രി കാലമല്ല, നീ ഒന്ന് അല്ലെങ്കിൽ നിന്നെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ഒന്ന് പറ, എന്നെ പ്രാണപ്രിയ വരാൻ പോകുക. ആരെ ചേർക്കാനാ? ഒരുങ്ങിയിരിക്കുന്നവനെ ചേർക്കാൻ. ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാൻ.
പെന്തക്കോസുകാരെ ചേർക്കാനെന്നാ വരുന്നേ. നിങ്ങൾ ആരും അങ്ങനെ വഞ്ചിക്കപ്പെടരുത് കേട്ടോ. സ്തോത്രം. ഇതിനകത്ത് ഏകദേശം 24 ഡിബേറ്റ്സ് ഉണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് സത്യം പറയാം, ഒരു പെന്തക്കോസ് ഡിവിഷനെ ചേർക്കാനല്ല എന്റെ യേശുപ്പച്ചൻ വരുന്നത്. തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ, തന്റെ വിശുദ്ധമതിയെ ചേർക്കാൻ. ഒരു പക്ഷെ നീ ഇവിടെ രോഗിയായിരിക്കാം, ഒരു പക്ഷെ നിന്റെ കണ്ണുനീര് തോർന്നിട്ടൊരു സമയം കാണത്തില്ല, ഒരു പക്ഷെ നീ കഷ്ടതയിൽ കൂടെ ആയിരിക്കാം ഇന്ന് രാത്രി നീ എന്നെ ഈ വചനം കേൾക്കുന്നത്. ഒരു പക്ഷെ രോഗക്കിടക്കയിലായിരിക്കാം ഈ ഒരു പക്ഷെ നിന്റെ വചനം കേൾക്കുന്നത്. എങ്കിൽ ഇന്ന് രാത്രി കാലം നീ പറ, യോബ് ഇങ്ങനെ പറഞ്ഞു, അല്ലെ സ്തോത്രമല്ല, എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചു പോയാലും, ഞാൻ മണ്ണോട് ചേർന്നാലും, അല്ലെ യോബിന്റെ ഒരു വാക്കുവാ ഞാൻ കടമെടുക്കുക. യോബ് പറയാ, സ്തോത്രമല്ല, ഇന്ന് രാത്രി കാലം എന്റെ ദേഹം മുഴുവനും അല്ലെ ഇങ്ങനെ ക്ഷീണിച്ച്, അല്ലെ സ്തോത്രം പുഴുക്കൾ കൊണ്ട് നിറഞ്ഞ്, അല്ലെ സ്തോത്രം ബോട്ട് കൊണ്ട് കഷ്ണം എടുത്ത് ചരണ്ടി, അല്ലെ സ്തോത്രമല്ല പരുക്കളെ കൊണ്ട് നിറഞ്ഞ് ഒരു സന്തോഷമില്ലാതെങ്കിൽ ഒരു ശരീരത്തിന് ഒരു ഭാഗത്ത് പോലും സൂചി കുത്താൻ നല്ലൊരു ഇടമില്ലാതെ താൻ വളരെ കാഴ്ചതിരിക്കുമ്പോൾ യോബ് പറയാ, അല്ലെ സ്തോത്രം, ഞാൻ എന്റെ പ്രിയനെ കാണും. എങ്ങനെ കാണുന്നത്? സ്തോത്രം, അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എന്റെ പ്രാണപ്രിയനെ കാണുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ഈ യോബിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമെന്ന് അറിയാമോ? ഈ യോബ് കണ്ടത് ഈ ലോകത്തിലെ യാതൊന്നിനെയല്ല, യോബ് കണ്ടത് നിത്യതയാ. തന്റെ പ്രാണപ്രിയനോട് കൂടെ അല്ലയോ വാഴുന്ന, അല്ലെങ്കിൽ പ്രാണപ്രിയനോട് കൂടെ ഇരിക്കുന്ന ഒരു കാഴ്ച ഒരു പക്ഷെ യോബ് അത് കണ്ടു കാണും കേട്ടോ. അതുകൊണ്ട് യോബിന് അത് ജയിപ്പാൻ, യോബിന്റെ ജീവിതത്തിൽ വന്ന പരീക്ഷ ജയിപ്പാൻ കഴിഞ്ഞത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, എന്റെ ഒരു പ്രസംഗ വിഷയമല്ല അത്, ഞാനത് ചിന്തിച്ചതേ അല്ല. ഒരു പക്ഷേ ഇതിനകത്ത് നീ ഇരിക്കുമ്പോൾ നഷ്ടം മാത്രമേ നിനക്ക് നിരത്തി വെക്കാനുള്ളൂ, നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ നിനക്ക് നിരത്താനുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി കാലം ദൈവാത്മാവ് എന്നോട് പറയുന്നു, നീ ആ നഷ്ടത്തിന്റെ നടുവിൽ ഇരിക്കുമ്പോഴും ഇന്ന് രാത്രി നിന്റെ കണ്ണ് മേലോട്ടൊന്ന് ഉയരട്ടെ, നിന്റെ കണ്ണിന്ന് രാത്രി മേലോട്ടൊന്ന് ഉയരട്ടെ. മേലോട്ടൊന്ന് നിന്റെ കണ്ണ് നോക്കി, ആ മേലോട്ട് നിന്റെ കരം ഉയർത്തി ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ഈ കരം നിന്റെ മുമ്പിൽ ഇറങ്ങി വരും. ചൂടാല ബല 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 ചണ്ടല ബൗഡല ജയിച്ചേ ചൂടാ ൗഡല ഡംഡല ബൗഡല ജയിച്ചേ ചൂടേ. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ വിളിച്ചു പറയാൻ പറയുന്നു. സ്തോത്രം. അല്ലേ സ്തോത്രം. ജോമോൻ ബേറിനോട് ഇങ്ങനെ ദൈവാത്മ പറയുന്നത്, യോബിന്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട് ദേവദാസനെ, സ്തോത്രം, ഒരു വൃക്ഷമായിരുന്നാൽ അത് വെട്ടിക്കളഞ്ഞാലും അത് വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ അത് കിളിർക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് എനിക്കത് നേടുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത്, അലിസ്തോത്രം, എന്റെ കയ്യിൽ വന്നത് എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയതുപോലെ അലിസ്തോത്രം എനിക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയത് ചിലത് ദൈവാത്മാവിന്റെ രാത്രികാലം പറയുക, അത് നിന്റെ കയ്യിലേക്ക് മടങ്ങി വരുന്ന ദിവസങ്ങളാ ഈ 2025 ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുക. അലിസ്തോത്രം, വെള്ളം തട്ടുമ്പോൾ, വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ, അലിസ്തോത്രം, വെട്ടി മുറിച്ചു പോയ മരത്തിന്റെ കൊമ്പ് അതിന്റെ കുറ്റി കിളിച്ചു വരുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ചിലത് മുടക്കാൻ പോകുമെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുക. ചൂടാല ബല 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 ചണ്ടല ബൗഡല് ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്കത് തിരികെ വരത്തില്ല എന്ന് ഇന്ന് രാത്രി നീ ഇതിനകത്ത് തിരിക്കപ്പെടും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇല്ല. എന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനകത്ത് വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനകത്ത് വ്യാപരിക്കാൻ പോകുക. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ ആത്മാവിനെ തടയാൻ കഴിയുന്ന ഒരു അന്ധകാര ശക്തി ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല. ഒരു കിളിർപ്പ്, ഒരു തളിർപ്പിന്റെ രാത്രി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവാത്മാവിന്റെ രാത്രി ദൂത് വിളിച്ചു പറയുക. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളം വന്നു, ഒരുങ്ങിയിരുന്നവരെ അകത്തു കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോയേ?
കല്യാണ സദ്യക്ക് ഒരു സദ്യ. ഇന്ന് രാത്രി പലരും നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലേ? മാത്യു ചാക്കോ, പ്രൈസ് ദി ലോർഡ്. പലരും മാറ്റി നിർത്തിയിട്ടുണ്ട് സഹോദര. പലരും സാമ്പത്തികം നോക്കി പല സാഹചര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട അനുഭവങ്ങള് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുക. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ എവിടെ മാറ്റി നിർത്തിയോ അവരുടെ മുമ്പിൽ മാനിപ്പാൻ എൻ ദൈവം ശക്തനാ. യെസ്, വിശ്വസിക്കുന്ന ഇന്ന് രാത്രി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥിര് ചില തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികള്, അനുഭവിക്കുന്ന വേദനകള് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാതെ വേണം ഒരു ചവിട് മുന്നോട്ട് വെക്കുമ്പോ തന്നെ പുറമോട്ട് വലിച്ചു മാറ്റുന്ന ആ അന്ധകാര പോരുകളെ ഇന്ന് രാത്രി ആകാശ ഭൂമിക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയെ ശാസിക്കുക. ജീവിതത്തിനകത്ത് സന്തോഷിച്ചിട്ട് മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട് എത്രയോ നാളുകളായി ഇന്ന് രാത്രിക്കാൽ ദൈവാത്മാവ് പറയാ, നിന്റെ സന്തോഷത്തെ എടുത്തു കളഞ്ഞ, നിന്റെ സമാധാനത്തെ എടുത്തു കളഞ്ഞ ആ പൈശാചിക പോരുകളെ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുക. വചനത്താലും ക്ഷേമെടുക്കണം. നിന്റെ ഹൃദയം ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്കുക. വചനത്തിന് മുൻപാകെ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്ക. പലപ്പോഴും സ്തോത്രമല്ല മാർദ്ദലിച്ച് നിൽക്കുന്ന അവസ്ഥ, പലരും ന്യായീകരിച്ച് മാറി നിൽക്കുന്ന അവസ്ഥ. ഇന്ന് രാത്രി ന്യായീകരിച്ച് നിൽക്കാനല്ല, ചില ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകാനല്ല, ഇന്ന് രാത്രി കേൾക്കുന്ന ദൂതിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കാൻ ഇന്ന് രാത്രി കാലം ആ ഒരുക്കിയെടുത്ത നിലത്ത് വെത്തി വിതയ്ക്കുന്നത് പോലെ ഇന്ന് രാത്രി വചനത്തിന് മുൻപാകെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. തലമുറയിൽ കൂടെ ചില നന്മകള് തന്റെ ജീവിതത്തിനകത്തേക്ക് അത് ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങള്, ഇന്ന് അനുഭവിക്കുന്ന വേദനയ്ക്കകത്ത് എന്റെ ദൈവത്തിന് നീതിയുള്ള കാര്യം വെളിപ്പെടാൻ പോകുക. ഒരുങ്ങിയിരുന്നവനെ അകത്തു പ്രവേശിപ്പിക്കുന്ന വചനം. ഒരുങ്ങിയിരുന്നവരെ അകത്തു പ്രവേശിപ്പിക്കുന്ന ദൈവം. 10 കന്യകമാരുടെ ചരിത്രം അവിടെ മേളിൽ എഴുതിയിരിക്കുന്ന 10 കന്യകമാരുടെ ചരിത്രം. ഞാൻ ആ ചരിത്രം എടുക്കാനേ അല്ല വന്നത്. ഞാൻ അതല്ല ദൈവസ്ഥലിൽ ഞാൻ സൂക്ഷിക്കുവാൻ തയ്യാറാകുന്നതും. പ്രൈസ് ദി ലോർഡ്. ഒരുങ്ങിയിരുന്നവർ ആ ഒരു വാക്ക് മാത്രം നിങ്ങൾ എടുക്കുക. ഒരുങ്ങിയിരുന്നവരെ. കാത്തിരിക്കുന്ന അനേകരുണ്ട്, പ്രതീക്ഷിച്ചിരിക്കുന്ന അനേകരുണ്ട്. പക്ഷേ കാത്തിരിക്കുന്ന ചിലർ മാത്രമേ അകത്ത് പ്രവേശിച്ചിട്ടുള്ളൂ. ഞാനൊരു കാര്യം പറയാം. എന്നെ മകൻ ഇപ്പൊ നിലവിൽ ദുബായിലെ ജോലി ചെയ്യാം. അത് പറയാനല്ല ഞാൻ വന്നത് കേട്ടോ. നിങ്ങളെ ഒന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ എന്റെ കാര്യമൊക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നോട് പറയാ, പപ്പ ഞാൻ നാളെ വരുമെന്ന് പറയുമ്പോ എന്റെ ജീവിതത്തിൽ എന്താന്ന് പറഞ്ഞാലും എന്റെ മോനല്ലേ വരുന്നേ, എനിക്കൊരു ചെറിയ തയ്യാറെടുപ്പ് ഉണ്ടാവില്ലേ, ചെറിയൊരു ഒരുക്കം എന്റെ മോനെ സ്വീകരിക്കാൻ. അടൂരിരിക്കുന്ന ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകും വണ്ടി എടുത്ത് എന്റെ മോനെ സ്വീകരിക്കാൻ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാ സംസാരിക്കുന്നത് കേട്ടോ. സ്തോത്രമല്ലിയ. തങ്കച്ചൻ ബദറിന്റെ അല്ലെങ്കിൽ തങ്കച്ചൻ ബദർ പറയുന്നത് കേട്ടൊരു കെട്ടുകഥ കേട്ടുകൊണ്ട് പോകുന്നത് പോലെ അല്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് സംസാരിക്കുക. ഇന്ന് രാത്രി എന്റെ മകൻ ദുബായിൽ നിന്ന് ഒരുങ്ങി പെട്ടിയുമെടുത്ത് സ്തോത്രം തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് പുറത്തേക്ക് വരുമ്പോ എന്നെ കാണുമ്പോൾ അവൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് അവനൊരു ഉമ്മ കൊടുക്കും. പിന്നെ അവനോട് വിശേഷം ചോദിക്കത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയുന്നു, നീ ദൈവത്തെങ്കിലേക്കൊന്ന് അടുത്തു ചെല്ലാൻ തയ്യാറാണെങ്കിൽ നീ ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളെയും മറന്ന് അവൻ നിന്നെ മാറോട് ചേർത്ത് നിർത്തി അലിസ്തുത്രം നിന്നെ ഒന്ന് ആലംഘിക്കുന്ന അല്ലെങ്കിൽ നിന്നെ ഒരു ചുമ്മനം തന്ന് ഇന്ന് രാത്രി നിന്നെ സ്വീകരിക്കാൻ തയ്യാറാ. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിനകത്ത് ആരോടൊക്കെ ഇടപെടുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി കാലം എന്റെ ദൈവം എന്നെ സ്വീകരിക്കുമോ? ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുള്ളവനാ, ഞാൻ ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുള്ളവനാ. എന്റെ
ദൈവം എന്നെ സ്വീകരിക്കത്തില്ല. എന്റെ കുറവുകൾ എന്റെ മുമ്പിൽ നിൽക്കുക. ഇന്ന് രാത്രി എന്റെ സഹോദര, നിന്നെ അതിലേക്ക് എന്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ കഴിയാതെ വന്ന ഇങ്ങനെയുള്ള ചിന്തകൾ പിശാച് നിന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടിട്ട് ദൈവത്തിൽ നിന്ന് പിന്നെ നിന്നെ അകറ്റിക്കളഞ്ഞ് പാപം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നത്, ഇന്ന് രാത്രി പറയുന്നില്ല, നിന്നെ സ്വീകരിപ്പാൻ എന്റെ യേശു നിന്റെ അടുക്കൽ വന്നിരിക്കുക. ഇന്ന് രാത്രി നീ അവന്റെ അടുക്കിലേക്ക് ഒന്ന് ചെല്ലുന്നെങ്കിൽ, ഇന്ന് രാത്രി സമർപ്പിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്നെ സ്വീകരിപ്പാൻ നിന്നെ മാരോട് ചേർത്ത് നിർത്താൻ എന്റെ ദൈവം സ്നേഹം സമ്പന്നനാണ്. Praise the Lord. Thank you, Jesus. നിന്റെ കുറവുകളെ ക്ഷമിച്ച്, ഇന്ന് രാത്രി നിന്നെ അവന്റെ ഒരു മകനായി, ഒരു മകളായി ചേർത്ത് പിടിക്കാൻ ഇന്ന് രാത്രി എന്റെ സ്വർഗത്തിൽ അപ്പച്ചൻ തയ്യാറാണ്. ഒന്ന് ഏൽപ്പിക്കാൻ കഴിയുമോ? ഇതിനകത്തിരിക്കുന്ന ആളോട് ദൈവാത്മ വ്യക്തമായി ഇടപെടുന്നുണ്ട്. ഞാൻ ഈ വിഷയങ്ങളൊന്നും എടുക്കാനല്ല വന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി ഇടപെടുന്നുണ്ട്. ഹൃദയം കൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യനാ. ഞാൻ എന്റെ ദൈവത്തിനടുക്കിലേക്ക് ചെന്നാൽ അവൻ എന്നെ സ്വീകരിക്കുമോ? ഇല്ല. ഇന്ന് രാത്രി നീ ഒന്ന് യേശുവെ എന്ന് വിളിച്ച്, ഇന്ന് രാത്രി യേശുവെ എന്ന് ആ ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് വിളിച്ച്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാ, ഇന്ന് രാത്രി എന്റെ പാപത്തെ ക്ഷമിച്ച്, ഇന്ന് രാത്രി നിന്റെ മകനാക്കി മകളാക്കി എന്നെ ഒന്ന് തീർക്കണമേ എന്ന് ഇന്ന് രാത്രി ആര് സമർപ്പിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിന്നെ ചേർക്കാനാ എന്റെ യേശു വരുന്നത്. Praise the Lord. Yes. Amen. Yes. രാത്രി നിന്നെ ചേർക്കാനാ നിന്നെ എന്റെ ദൈവം സ്നേഹിച്ചത്. ഇന്ന് രാത്രി നിന്നെ സ്നേഹിച്ച് നിന്റെ പാപത്തെ അല്ല കേട്ടോ, ഇന്ന് രാത്രി ഒരുങ്ങിയിരുന്നവനെ ചേർക്കാൻ എന്റെ കർത്താവ് വന്നു. ഒരുങ്ങിയിരുന്നവർ, യെസ്, ആ ഒരുങ്ങിയിരുന്നവരെ ചേർക്കാൻ വന്നു യേശു. എന്റെ മകൻ എയർപോർട്ടിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമ്പോ എനിക്കുണ്ടാവുന്ന ആ സന്തോഷം എന്തുവാ? എന്റെ ജീവിതത്തിൽ അതുവരെ ഉള്ള എല്ലാ വിഷമവും ദേഷ്യവും, ഒരു പക്ഷെ അവൻ എനിക്ക് ശമ്പളം തന്നില്ലായിരിക്കാം, ഒരു പക്ഷെ ഫോണിലെ വിളിച്ചപ്പോ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞിരിക്കാം, ഒരു പക്ഷെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ, മക്കളും അപ്പനും ഒക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിന്നിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി കാലം എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയൊന്നും ദൈവവചനം സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ഇന്ന് രാത്രി നിന്നെ ചേർത്ത് പിടിപ്പാൻ, ഇന്ന് രാത്രി കാലമല്ല, ഒരു പക്ഷെ നിനക്ക് ആ ദൈവസ്ഥാന സ്നേഹം ലഭിക്കാതെ, ഇന്ന് രാത്രി നിന്റെ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ നിന്റെ വേണ്ടപ്പെട്ടവരിൽ നിന്നോ നിനക്ക് ആ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ ഇന്ന് രാത്രി ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി നിന്നെ സ്നേഹിച്ച, നിന്നെ തേടി നിന്റെ അടുക്കിലേക്ക് വന്ന ഒരു പ്രാണനാഥൻ, യെസ്, ഇന്ന് രാത്രി അവൻ പറയാ നിന്നെ ഒന്ന് സമർപ്പിക്കാൻ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. ഇന്ന് രാത്രി നീ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് കൂടെ വരുന്ന എന്നോട് അവൻ ചോദിക്കും, അടുത്ത നിമിഷം ചോദിക്കുന്ന എന്തുവാ? പപ്പ, വണ്ടി എവിടെ ആയിരിക്കും കിടക്കുന്നേ? വണ്ടി എവിടോട്ട് പോകാനാ? വീട്ടിലോട്ട് പോകാൻ. ഇന്ന് രാത്രി എയർപോർട്ടിൽ വന്ന് കണ്ട് അവിടെ വെച്ച് ചുമ്മനം കൊടുത്ത് പിരിഞ്ഞു പോകുകയല്ല, എന്റെ മകനെയും കൂട്ടി ഞാൻ എന്റെ വീട്ടിലോട്ട് വരുന്നത് പോലെ ഇന്ന് രാത്രി നിന്നെ കൂട്ടി നിന്റെ വീടിനകത്ത് വരാൻ, നിന്റെ ഹൃദയത്തിനകത്തേക്ക് വരാൻ ഇന്ന് രാത്രി ഒരുവൻ നിന്ന് വിളിക്കുക. ഇന്ന് രാത്രി നിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഈ ദൈവവചനത്തിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുത്ത് എന്റെ യേശുവിനെ സ്വീകരിച്ച് ഇന്ന് രാത്രി നീ ചെയ്തിട്ടുള്ള സകല പാപത്തിന്റെ അല്ലെ കറകളെ പോക്കി ഇന്ന് രാത്രി നിന്നെ ഒന്ന് ശുദ്ധീകരിപ്പാ എന്റെ ദൈവ ശക്തന ദീർഘക്ഷമയുള്ളവനാ. ഇന്ന് രാത്രി അവന്റെ കരങ്ങളിലേക്ക് നേൽപ്പിച്ചോട്ട് പ്രാർത്ഥിക്കാം. എന്റെ മുമ്പിൽ സമയം ഓടിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെ സ്തോത്രം. അപ്പോൾ മണവാളൻ വന്നു. അല്ലെ ഒരുങ്ങിയിരുന്നവനെ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്ന് വാതിലടച്ച്, സ്തോത്രം, വാതിലടച്ച് കേട്ടോ, അകത്ത് ചെന്ന് വാതിലടച്ച്. പുറത്തു നിൽക്കുന്നതിന് പിന്നെ അകത്തേക്ക് പ്രവേശനമില്ല. അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന എന്റെ ഭാഗം അല്ലെങ്കിൽ ഞാൻ ഓർപ്പിച്ചങ്ങ് പോകാം. സ്തോത്രം. അവര് ഒന്ന് പറയുന്നുണ്ട്, കർത്താവേ സ്തോത്രം, ഞങ്ങൾ ഉപവസിച്ചതാ, കർത്താവേ ഞങ്ങളും ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നതാ, സ്തോത്രമല്ല, ഞങ്ങളും സ്വത്രാഴ്ച കൊടുത്തതാ, ഞങ്ങൾ ദശാംശം ഇട്ടതാ,
സ്തോത്രമല്ല, ഞങ്ങൾ രോഗികൾക്കിട്ട് പ്രാർത്ഥിച്ച രോഗി സൗഖ്യമായതാ, ഒക്കെ ശരിയാ, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇന്ന് രാത്രി അത് കേൾക്കാൻ ആരെങ്കിലും തയ്യാറാണോ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നൊരു ശബ്ദം കേൾക്കാനാണോ ഇന്ന് രാത്രി, ഈ രാത്രി 9 അല്ലെങ്കിൽ 10:15 സമയത്തും ഈ സൂം മീറ്റിങ്ങിനകത്ത് കടന്നു വന്നിരിക്കുന്നത്? അല്ല, ഇന്ന് രാത്രി വിശ്വസ്തനും നല്ലവനും എന്ന ദാസനെ എന്ന് കേട്ടുള്ള വിളി കേൾപ്പാനാണെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാ. ഞാനൊരു വാക്കൂടെ വായിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ 19 അല്ലെങ്കിൽ 9 ഒന്ന് വായിച്ച് ഒന്ന് സഹായിച്ചാട്ട് പെട്ടെന്ന് വെളിപ്പാട് പുസ്തകം 19 9 വായിച്ച് സഹായിച്ചാട്ട് പെട്ടെന്ന്. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. മതി. സ്തോത്രം. യോഹന്നാൻ പത്മോസിൽക്ക് വെച്ച് സ്വർഗത്തിലെ അപ്പച്ചൻ കൊടുത്ത വെളിപ്പാടായി എഴുതി വെച്ചത് കേട്ടോ. സ്തോത്രം. എഴുതി വെക്കാൻ ആ വാക്യത്തിന് അവസാനം വായിച്ച് നിർത്തിയത് എന്തുവാ? ഇത് സത്യവചനം എന്ന് എഴുതാനാ പറഞ്ഞു. സത്യവചനം. ഇന്ന് രാത്രി ഈ തങ്കച്ചമ്മ സംസാരിക്കുന്ന ഈ വചനമുണ്ടല്ലോ, സത്യമാകട്ടോ. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രികാലം വചനം പറയുന്നത്, പിന്നെ അവൻ എന്നോട് പറഞ്ഞത് അല്ല, കുഞ്ഞാടിന്റെ കല്യാണം അല്ല, ആ കല്യാണം വന്നടുത്തിരിക്കുന്നു. സ്തോത്രമല്ല. ഇന്ന് രാത്രികാലം കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യമുള്ളവരാ. ഇന്ന് രാത്രി അതിനേക്കാ വിളിക്കുന്നത് കേട്ടോ. ആ ഭാഗ്യാവസ്ഥയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ വസിപ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ വസിപ്പാൻ. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ലോകത്തിലൊരു മനുഷ്യനായിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ സഖാവ്, സ്തോത്രം അല്ല, സഖാവ് അമേരിക്ക ചെന്ന് കഴിഞ്ഞപ്പോ സഖാവിന്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ എത്ര ഡോളർ കൊടുക്കണമെന്നാ പറഞ്ഞേ? കേവലം കേരളത്തിലൊരു മുഖ്യമന്ത്രിയാകുന്ന പിണറായി വിജയന്റെ കൂടെ ഇരുന്ന് ഒരു ചായ കുടിക്കാൻ ഡോളർ എണ്ണിക്കൊടുക്കേണ്ടി വന്നുവെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പച്ചൻ പറയാ, സകല ചരാചരങ്ങളെയും തന്റെ ഒരു വാക്കിനാൽ സൃഷ്ടിച്ച, സ്തോത്രമല്ല, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടമസ്ഥനായ സ്വർഗത്തിലെ അപ്പച്ചൻ പറയാ, സ്തോത്രമല്ല, ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിന്നെ ചേർത്തുകൊള്ളുമെന്ന്. എന്തുകൊണ്ടാ? ഇന്ന് രാത്രി നമ്മൾ ഭാഗ്യമുള്ളവരെന്ന് ചിന്തിക്കണമല്ല. ഇന്ന് രാത്രി നാം നിങ്ങളുമല്ല, ഈ ലോകത്തിൽ അംബാനിമാരായില്ലെങ്കിലും, ഈ ലോകത്തിൽ അദാനിയായില്ലെങ്കിലും, ഈ ലോകത്തിലെ യൂസഫലിയായില്ലെങ്കിലും, ഇന്ന് രാത്രി കാലമല്ല, അല്ലെങ്കിൽ ലുലൂർ ഗ്രൂപ്പിനകത്ത് അംഗമായില്ലെങ്കിലും, ഇന്ന് രാത്രി കാലമല്ല, ആ സ്വർഗരാജ്യത്തിനകത്ത് ഞാൻ നിങ്ങൾ ഒരു അംഗമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ഭാഗ്യമുള്ള അവസ്ഥയാ. ഞാൻ അതുകൊണ്ട് തുടക്കത്തിലെ പറഞ്ഞത്, സ്തോത്രം, എനിക്ക് ഒന്നും ഈ ലോകത്തിൽ ലഭിച്ചില്ലെങ്കിൽ എന്റെ പേര് ആ ജീവന്റെ പുസ്തകത്തിനകത്ത് അത് എഴുതി എന്നുള്ളൊരു ഭാഗ്യാവസ്ഥ ഇന്ന് രാത്രികാലം വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അവർ എഴുതി വെക്കുകയാ. അത് സ്തോത്രമല്ല, കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ട ഞാൻ നിങ്ങളും എന്താ ഭാഗ്യമുള്ളവരാ. ഈ ലോകത്തിലെ 10 കോടി രൂപ ലോട്ടറി അടിക്കുന്നതിനെക്കാട്ടിലും വലിയ എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരന്മാരെ, എന്റെ പിതാവേ, മാതാവേ, ഇന്ന് രാത്രി നിന്റെ പേര് ആ സ്വർഗത്തിൽ എഴുതിയത്, ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിനകത്ത് നിന്റെ പേര് എഴുതിയതാ. ഈ ലോകത്തിലെ വലിയ ഭാഗ്യം. ഇന്ന് രാത്രി എനിക്ക് പറയാൻ, സ്തോത്രം അല്ല, ഒരു എന്താ പറയുന്നത്, അഭിമാനത്തോടെ പറയാൻ കഴിയും. എന്റെ വല്യപ്പച്ചന്മാരുടെ വല്യപ്പച്ചൻ എന്ന് വെച്ചാൽ ഞാൻ നാലാം തലമുറക്കാരനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ സ്തോത്രം, വിശ്വാസത്തില് എന്റെ വല്യപ്പച്ചനൊക്കെ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്ന സമയത്തുണ്ടല്ലോ, അല്ലെങ്കിൽ സ്തോത്രം, കല്യാണത്തിന് പോലും വിളിക്കാതെ, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ കല്യാണത്തിന് പോലും വിളിക്കാതെ, അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ മുഖം തെളിച്ച് അവരെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് എന്റെ ചെത്തിപ്പറിച്ച മിച്ചത്തകത്തിന് കയറെന്ന് പറഞ്ഞ് നിന്നെ ഹിന്ദുക്കൾ പറഞ്ഞ പോലെ നിന്നെ വഴിയടച്ച് പിണ്ടം വെച്ചേക്കുക, ഇനി ഇങ്ങനെ ഒരു ഫോൺ എനിക്കില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയപ്പെട്. അല്ലെങ്കിൽ സ്തോത്രം അല്ലയാ, ഒന്നേ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ സ്തോത്രം, എന്റെ പുസ്തകത്തിനല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിന് ഏതെങ്കിലും ഒരു ചർച്ചിനകത്ത് സ്തോത്രം രജിസ്റ്ററിനകത്ത് എന്റെ പേരുള്ളത് കൊണ്ടല്ല, ഇന്ന് രാത്രി ഏതെങ്കിലും സമുദായത്തിനകത്ത് എന്റെ പേര് ആ രജിസ്റ്ററിലുള്ളത് കൊണ്ടല്ല, ഇന്ന് രാത്രി ഞാൻ സന്തോഷിക്കുന്നത് എന്റെ പേര് ആ ജീവന്റെ പുസ്തകത്തിനകത്ത് അവൻ എഴുതിയത് കൊണ്ട് ഞാൻ ഭാഗ്യമുള്ളവനാ.
കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് സ്നാനമേൽക്കുന്നവൻ, അത് മുഴുകൽ സ്നാനം, വിശ്വാസ സ്നാനം ഏൽക്കുന്ന അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ കാന്തയെ ചേർക്കാൻ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, എഴുതിയിട്ടുണ്ട്. എങ്കിലും ഇന്ന് രാത്രികാലം ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇന്ന് രാത്രി സന്തോഷിക്കുവാനിടയായി തീരട്ടെ. അല്ലെ സ്തോത്രം. അല്ല അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാ വെളിപ്പാട് പുസ്തകത്തില്, പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണം സദ്യക്ക് അല്ലെ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യമുള്ളവർ സ്തോത്രമല്ല എന്ന് എഴുതുക. സ്തോത്രം എന്ന് എഴുതുക എന്ന് പറഞ്ഞിട്ട് അടുത്ത പറയുന്ന വാക്കുകൊണ്ടോ പറഞ്ഞു, ഇത് ദൈവത്തിന് സത്യവചനമാണെന്ന് ഇന്ന് രാത്രികാലം ഈ വചനം സത്യമാണെന്ന് പറഞ്ഞ് എന്തുവാ കല്യാണ സദ്യക്ക് വേണ്ടി അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിന് ഇന്ന് രാത്രി എന്റെ നിന്റെ പേര് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെ സ്തോത്രം. ഒരു വാക്യോടെ വായിച്ച് ഞാൻ എന്റെ സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് ഞാൻ കീർത്തുവാൻ പോകുക. സ്തോത്രമല്ല ലൂക്കോസിന്റെ സുവിശേഷം 13 സ്തോത്രം 24-25 വാക്യം ഒന്ന് വായിച്ച് പെട്ടെന്ന് വായിച്ചു വിടാനേ സമയമുള്ളൂ. അവിടെ നിന്ന് നിൽക്കുവാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് വേഗം ഒന്ന് വായിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 24-25 വാക്യം. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീട്ടുടവൻ കടകടച്ച ശേഷം നിർത്തിയേ. അവിടെ വായിച്ചത് എന്തുവാ? ഇടുക്കവാതിൽ കൂടെ കടക്കാൻ പോരാടുവാൻ ഇടുക്കവാതിൽ കൂടെ അകത്ത് കയറാൻ. ഇന്ന് രാത്രി എന്റെ നിങ്ങളുടെ മുമ്പിൽ അനേക വിശാലമായ വഴിയുണ്ട് കേട്ടോ. നല്ല മാർബിൾ വിരിച്ച് സ്തോത്രം, നിങ്ങളുടെ മുഖം അവിടെ നോക്കിയാൽ മാർബിളിൽ തെളിഞ്ഞു വരത്തക്കമുള്ള നല്ല വിശാലമായ വഴി ഇന്ന് രാത്രി കാലം നിങ്ങളുടെയും എന്റെ മുമ്പിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, ഇടുക്കവാതിൽ കൂടെ കിടക്കാൻ ഇന്ന് രാത്രി എന്ത് ചെയ്യണമെന്നാ? പ്രയത്നിക്കണം കേട്ടോ, അധ്വാനിക്കണമല്ല. ഇന്ന് രാത്രി നമ്മൾ എന്തിനാ ആ ഇടുക്ക വാതിലിൽ കൂടെ കടക്കുന്നത്? എന്തിനാ? എവിടേക്കാ? മണവാളന്റെ കല്യാണ സദ്യക്ക്. സ്തോത്രമല്ല, വെള്ളിക്കപ്പെട്ടവരാ നാം. നമുക്ക് എല്ലാ വഴിയിൽ കൂടെ യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല. ഞാനും നീ വിശ്വാസിയാകട്ടോ. ഞാനും എനിക്കും നിനക്ക് പ്രമാണമുണ്ട് കേട്ടോ, എനിക്കും നിനക്ക് വലിയ വ്യവസ്ഥയുണ്ട് കേട്ടോ. ഇന്ന് രാത്രി വ്യവസ്ഥ വിട്ടിട്ട് ഞാൻ ബന്ധക്കോസിനാണോ ആണോ, സ്നാനപ്പെടുന്നതാണോ ആണോ, അല്ലെ മാർക്കറ്റിൽ പോകുമ്പോ വായിക്കകത്ത് വരുന്നത്, അല്ലെ സ്തോത്രമല്ല ഇന്ന് രാത്രി കാലം നീ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ, നീ ഏകാഗ്രതയിൽ ഇരിക്കുമ്പോ നീ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ചില വാക്കുകൾ ഇന്ന് രാത്രി ശ്രദ്ധിച്ചോണം കേട്ടോ. ഇന്ന് രാത്രി നീ മേലോട്ട് പോകാനാണോ ഇരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലമല്ല, നിന്റെ വഴി ഞെരുക്കമുള്ളതാ. അതിൽ കൂടെ കടക്കാൻ പ്രയത്നിക്കണം. ജീസസ്. പലരും കടപ്പാൻ നോക്കും എങ്കിലും കഴിയത്തില്ല. കടപ്പാൻ നോക്കുമെങ്കിലും കഴിയത്തില്ലെന്ന് തന്നെ അവിടെ എഴുതി വെച്ചേക്കുന്നേ അല്ലേ? എന്റെ ബൈബിളിൽ എഴുതിയതുപോലെ അല്ലേ നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നേ? അതിനകത്ത് കടപ്പാൻ കഴിയത്തില്ല. പലരും നോക്കുന്നുണ്ട് അകത്തേക്ക് കയറാൻ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഒരു അകത്തേക്ക് കയറണമെങ്കിൽ മാനദണ്ഡമുണ്ട് കേട്ടോ, വ്യവസ്ഥയുണ്ട്, പ്രമാണമുണ്ട്. ഇന്ന് രാത്രികാലം ഒരു ഉപരിപബിളം നടത്തി അല്ലെങ്കിൽ സ്തോത്രം ജനത്തെ സോപ്പിട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്തോത്രം എങ്ങനെയും പോകാം, എങ്ങനെയും ആക്കട്ടെ, ചൈറ്റിഞ്ഞ് വന്നാൽ മതി, ദശാംശഞ്ഞ് വന്നാൽ മതി, സ്വത്രാഴ്ചഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ചിലരുണ്ട് ഇന്ന് രാത്രികാലം. വലിയ അതല്ല വ്യവസ്ഥ. ഇന്ന് രാത്രി ഞാനും നിങ്ങൾ വലിയ ഒന്നും കൊടുക്കാനില്ലെങ്കിലും, സ്വത്രാഴ്ച ഇടാനില്ലെങ്കിലും, ദശാംശം കൊടുക്കാനില്ലെങ്കിലും, ഇന്ന് രാത്രി നീ കടഭാരത്തിലാണെങ്കിലും, ഇന്ന് രാത്രി രോഗത്തിൽ കിടക്കുന്നെങ്കിലും, ഇന്ന് രാത്രി നീ ഞാൻ വിശ്വസ്തനാണോ? ഇന്ന് രാത്രി ഞാൻ നീ വിശ്വസ്തനാണോ? ഇന്ന് രാത്രി നീ വിശുദ്ധിയോടാണ് ജീവിക്കുന്നത്? ഇന്ന് രാത്രി നീ പ്രമാണത്തിനകത്താണോ നിൽക്കുന്നത്? എങ്കിൽ ഇന്ന് രാത്രിക്കാലം നിനക്കൊന്നുണ്ട്, ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതുപോലെ ഇന്ന് രാത്രി നിന്നെ പേർ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. പേർ വിളിക്കും നേരം കാണും എന്റെ പേര്.
ഉറപ്പോട് ഇന്ന് രാത്രി പറയാൻ കഴിയട്ടെ. പേർ വിളിക്കുമ്പോൾ എന്റെ പേരും അതിനകത്ത് കാണുമെന്ന് ഉറപ്പോട് പറയാൻ കഴിയുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? അനുസ്തോത്രം. കല്യാണ സാധ്യ ഒരുങ്ങിയിരിക്കുക. ഇന്ന് രാത്രി കാലമറിയ ആ കല്യാണ സാധ്യ ഒരുങ്ങിയിരിക്കുന്ന മണവാളൻ വരാൻ സമയമായി. ആ ഒരുങ്ങിയിരിക്കുന്നവരെ പല വിശുദ്ധന്മാരെ ചേർക്കാൻ എന്റെ പ്രാണപ്രിയന്റെ വരവാടി തിരിക്കുക. ഇന്ന് രാത്രി ഈ ലോകത്തില് മറ്റൊന്നും കിട്ടിയില്ല, ഞാൻ പ്രാർത്ഥിച്ച മറുപടി ലഭിച്ചില്ല എന്നോർത്ത് നീ ഭാരപ്പെട്ട് അല്ലെങ്കിൽ ഹൃദയം ശങ്കിച്ചാൽ വ്യാകുലത്തിലാകരിക്കാതല്ല ഇതിനകത്ത് ദൈവാത്മാവ് പറയുന്നത്. ഇന്ന് രാത്രി നീ മടങ്ങി വന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന ഒരു ദിവസത്തിനെ വിളിക്കായി ഒരുങ്ങി കാത്തിരിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകട്ടെ. ആ വായിച്ച വാക്യത്തിന്റെ അവസാനം ഒന്ന് വായിച്ച് ചെന്നിരിക്കുക. ലൂക്കോസ് സുവിശേഷം 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. വീട്ടുടയവൻ എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന് കർത്താവേ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിനെ മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൻ ഉത്തരം പറയും. കേൾക്കുന്നുണ്ടോ ദൈവദാസന്മാരെ? സഹോദരി കുഞ്ഞുങ്ങളെ കേൾക്കുന്നുണ്ടോ? ഞാനോ നിങ്ങളൊക്കെ ആ ഡോറിന്റെ കഥ അടയ്ക്കുന്നെങ്കിൽ ആ വിളി കേൾക്കുമ്പോൾ അല്പമെങ്കിലും മനുഷ്യഹൃദയം ഉണ്ടായതുകൊണ്ട് തുറക്കാൻ നോക്കും കേട്ടോ. ആ ഡോറിന്റെ വാതിൽ അടച്ചത് കുറ്റിയിട്ടത് മനുഷ്യരാരുമല്ല, എന്റെ സ്വർഗത്തിലെ അപ്പച്ചനാണ്. അവിടെ ഭാര്യയെ അകത്തോട്ട് കയറ്റാൻ ഭർത്താവിന്റെ ശുപാർശ വേണ്ട കേട്ടോ. ഭർത്താവിനെ അകത്തോട്ട് കയറ്റാൻ ഭാര്യയുടെ ശുപാർശയും വേണ്ട. ഒരു സെൻട്രൽ പാസ്റ്ററേയും വേണ്ട, ഒരു പാസ്റ്ററേയും വേണ്ട, ഒരു അച്ഛനെയും വേണ്ട, ഒരു തിരുമേനിയും വേണ്ട, ഒരു ഐമേനിയുടെയും വേണ്ട, ഒന്നിന്റെയും വേണ്ട. നിന്റെ ജീവന്റെ പുസ്തകത്തിനകത്ത് നിന്റെ പേരുണ്ടോ? നീ വിശ്വസ്തനാണോ? നീ വിശുദ്ധിയിലാണോ ജീവിക്കുന്നത്? ഇന്ന് രാത്രി നിനക്ക് അകത്ത് കയറാൻ പ്രവേശനമുണ്ട് കേട്ടോ. വാതിൽ അടച്ചതിന് ശേഷം പുറത്തു നിന്ന് കൊട്ടിയാൽ തുറക്കുന്ന വാതിലല്ല ഇന്ന് രാത്രി ഈ വാതിൽ തുറന്നു കിടക്കുക. ജീവന്റെ വാതിൽ ഇന്ന് രാത്രി കാലം തുറന്നു കിടക്കുക. ഇന്ന് രാത്രി അതിനകത്തേക്ക് ഓടിക്കയറാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഒരു പക്ഷെ നിനക്ക് കയറാൻ കഴിയാതെ ജീവിതത്തിന്റെ തുടക്കത്തില് ഒരു പക്ഷെ ദൈവത്തോട് ചേർന്നായിരുന്നത്, പക്ഷെ ഇപ്പോൾ അനേക സമയങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ മുന്നോട്ട് പോയനുസരിച്ച് ഒരു പക്ഷെ ആ വാതിലിനകത്തേക്ക് ചെല്ലുവാൻ കഴിയാതെ ഇന്ന് രാത്രി നീ പുറത്തേക്കാണോ നിൽക്കുന്നത് എങ്കിൽ ഇന്ന് രാത്രി കാലം ഒന്ന് മടങ്ങി വരാൻ ദൈവാത്മാവ് രാത്രി നിന്നോട് അല്ലെ ബുദ്ധി ഉപദേശിക്കുക. ഒന്ന് മടങ്ങി വരാ. ഒരു പക്ഷെ നിനക്ക് വേണ്ടിയായിരിക്കാം അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. യേശുവിന്റെ വചനത്താലും ജയമെടുക്കുന്നു. അല്ലെ സ്തോത്രം. എന്റെ 2 മിനിറ്റോട് മാത്രമേ എന്റെ മുമ്പിൽ സമയമുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അല്ലെ സ്തോത്രം എന്റെ സൂക്ഷിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുക. എല്ലാവരും തന്നെ കണ്ണിലെ ദൈവം നടച്ചാട്ട് 1 മിനിറ്റ് എല്ലാവരും നടച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ ഭാഗം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച ഇന്ന് രാത്രി അല്ലെ സ്തോത്രം. ഹല്ലേലൂയ. അവർ പുറത്ത് വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങി നിന്നവരെ അവനകത്ത് പ്രവേശിച്ചു. അവൻ വാതിൽ കുറ്റിയിട്ടു. ഇന്ന് രാത്രി ഞാനും നിങ്ങളും അകത്താണോ പുറത്താണോ? ഇന്ന് രാത്രി ഞാനും നിങ്ങളും അറിയ ആ എണ്ണ വാങ്ങാൻ പുറത്തേക്ക് ഓടിപ്പോയോ? അതോ എന്റെ വിളക്കിനകത്ത് ഇന്ന് രാത്രി എണ്ണയുണ്ടോ? ഇന്ന് രാത്രി എന്റെ വിളക്കിനകത്ത് അത് കരിന്തിരി കത്തുകയാണോ? അതോ പുകയാണോ? അല്ലെങ്കിൽ ഇന്ന് രാത്രി കാലം നിന്റെ എണ്ണയ്ക്കകത്ത് അല്ലെങ്കിൽ സ്തോത്രമാരി പാത്ര വിളക്കിനകത്ത് എണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി കാലം ആ മണവാളൻ വരുന്ന സമയം വരെ നീ നോക്കിയിരിക്കാതെ ഇന്ന് രാത്രി നീ മേടിച്ച നിന്റെ വിളക്കാകുന്ന ജീവിതത്തിനകത്തേക്ക് ആ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഒഴിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്കൊരു വീണ്ടെടുപ്പുണ്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നപ്പച്ച. ഇന്ന് രാത്രി ഞങ്ങളോട് കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. പിതാവേ, ആ നിത്യതയ്ക്കകത്ത് പ്രവേശിക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ ജീവിതത്തിലെ കുറവുകളുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പച്ചൻ തന്നെ ചങ്കിലെ ചോരയാൽ കഴുകി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഈ രാത്രി ഞാൻ കിടന്ന് വിശ്രമിപ്പാൻ പോകുമ്പോ അപ്പാ ഞാനൊരു പക്ഷെ കിടക്കെന്ന് എഴുന്നേറ്റില്ലെങ്കിൽ എന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കരുത്. അപ്പൊ ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ ഡിവൈഡ്സിനെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരും കൈവിട്ടു പോകുവാൻ ദൈവം അനുവദിക്കരുത്. അപ്പൊ ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി, ഞങ്ങളെ തന്നെ ഒന്ന് ഒരുക്കി, ഞങ്ങളെ തന്നെ സ്തോത്രമല്ല ഇന്ന് രാത്രി എവിടെ ഞങ്ങൾ വീണുപോയി എന്ന് ഓർത്ത് അവിടെ നിന്ന് മടങ്ങി വന്ന് ആ ദൈവത്തെങ്കിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാവേ. അല്ലെ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അത് ആ വചനം സത്യമാക്കിയാൽ നിങ്ങൾ സ്തോത്രം ചെയ്യുന്ന അല്ലെ സ്തോത്രമല്ല മണവാളൻ സ്തോത്രം വന്നത് അല്ലയ പുറത്ത്
പോയ ചിലരെ ചലസ്തുതൻ ചേർക്കാനല്ലോ ഒരുങ്ങിയിരുന്നവരെ ചേർക്കാൻ എന്റെ മണവാളം വന്നതുപോലെ ഈ ദിവസങ്ങൾ നിന്നെ കർത്താവിന്റെ പറ ഏത് സമയത്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ അതിനാ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ വചനം കേട്ട എന്റെ സകല പ്രിയപ്പെട്ടവരെ നസറനായ യേശുവിന്റെ നാമത്തിൽ നിന്നെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ഈ സൂമിറ്റിനെ ദൈവം അനുഗ്രഹിക്കണമേ. നിന്റെ ഭാരവാഹികളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. സകല യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന പ്രിയ ദേവദാസിയോടും അല്ലിയ ഈ സൂം മീറ്റിങ്ങുകളെല്ലാം പ്രിയപ്പെട്ടോടും ഒരിക്കലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസ്ഥലിരിക്കും. അമീൻ, അമീൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം അഭിഷിക്തനെ അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനം പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിത രീതികളെ കർത്താവ് ക്രമപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങളെ അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ജെഫിൻ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് തങ്കച്ചൻ ബ്രദർ ആശീർവാദം കൂടെ പറയാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസപിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. എന്റെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ സൂമിറ്റിൽ പങ്കെടുത്ത് തരുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം കർത്താവേ. പ്രത്യേകം പാടുവാൻ പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ കൃപ തന്നു, സംഗീതം വായിപ്പാൻ ധ്യാനിപ്പാനൊക്കെ കൃപ തന്നു. അവസാനമായി കർത്താവെ ദൈവാസനെ കൂടി ഞങ്ങളുടെ കർത്താവെ വചനത്തിൽ കേൾപ്പിച്ചു കർത്താവെ, വചനനുസരണമായി ജീവിപ്പാൻ ഞങ്ങളുടെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ വചനം പറഞ്ഞു ഇടുക്കുവാതിൽ കൂടെ കടപ്പാൻ പോരാടുവിൻ. കർത്താവിന് ഞങ്ങളെ ഉപദേശിച്ച് കർത്താവെ, ഞങ്ങളുടെ വീതിയും വിശാലമുള്ളതല്ല, ഇടുക്കുവാതിൽ കൂടെ കടപ്പാൻ പോരാടുവിൻ കർത്താവെ. അനേക പോരാടിയവർക്ക് കടപ്പാൻ കഴിഞ്ഞിട്ടില്ല കർത്താവെ. അനേകരാ നിത്യത പ്രവേശിച്ച് കർത്താവെ ഞങ്ങൾ അറിയുന്നു കർത്താവെ. കർത്താവെ ഇടുക്കുവാതിൽ കൂടി ഈ ലോകത്തിലെ സ്ഥലവും ത്യജിച്ചുകൊണ്ട് കർത്താവെ വലിയ വിശാലവും വലിയ വാതിൽ ഞങ്ങൾ മുന്നിൽ കിടക്കുമ്പോൾ അതിൽ കൂടി അല്ല, നിത്യ നരകത്തിലേക്ക് പോകാനല്ല, ഇടുക്ക് പലതും ത്യജിച്ചുകൊണ്ട് കർത്താവെ ദൈവസേനയിൽ ഞങ്ങൾ വിശ്വസ്തരും പരമാർത്ഥരമായി ജീവിപ്പാൻ ദൈവവാസനയുടെ വചനത്തിലൂടെ കർത്താവെ സംസാരിച്ചു, വചനം ഞങ്ങൾ കേട്ടു, വചനം ഞങ്ങൾ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ വചനത്തിനനുസരമായി ജീവിപ്പാൻ ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും കർത്താവെ. വചനത്തിൽ നിന്ന് ഞങ്ങൾ കർത്താവെ ഓരോ ദിവസം ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങൾ ദൈവകൃപയാൽ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ഇന്ന് വചനം ശുശ്രൂഷിപ്പാൻ ദൈവാസനെ ഒരുക്കിയതിനുള്ള സ്തോത്രം. ആ ദൈവാസന്റെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്, അവർക്ക് ദാനമായിട്ട് പൈതങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് കർത്താവെ. അവരുടെ കുടുംബത്തെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ ദൈവാസന്റെ പ്രവർത്തനങ്ങളെ, ദൈവത്തിന് അയക്കുന്ന മേഖലകളെ കർത്താവെ നീ അനുഗ്രഹിക്കണം. ഈ സൂമിൽ കടന്നു ഞങ്ങളോട് വചനം അറിയിക്കാൻ കടന്നു വന്നത് ദൈവാസന്റെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഇടയാക്കണമേ കർത്താവെ. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും നാഥനായ ദൈവമേ, സകലവിധ ആത്മീയ ഭൗതിക നന്മകളാൽ ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവ്. ദേശത്തിന് സഭയ്ക്ക് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീർത്ത് കർത്താവെ, അനേക കുടുംബങ്ങൾക്ക് അനേക വ്യക്തി ജീവിതങ്ങൾ കർത്താവെ തന്നെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവാസനെ വീണ്ടും കർത്താവെ എടുത്ത് ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. കർത്താവ് ഇതിനു മുമ്പ് കടന്നു ദൈവാസന്മാരെ കടന്നു വരാനുള്ളവരെല്ലാം ഏൽപ്പിക്കും. ഈ സൂമി ഡിവൈസിലായിരിക്കുന്നവരെ ആളാം പ്രതി പേര് ഓർത്ത് പ്രാർത്ഥിക്കും. പനിയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, ദൈവമേ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, കർത്താവ് തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ആത്മീയ മുന്നേറുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. കർത്താവെ ദൈവമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, പലവിധ കർത്താവ് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, പണത്തിന്റെ വിഷയത്താൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവ്, കടപ്പാടത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ്, ലോണിന്റെ വിഷയത്താൽ ഭാരപ്പെടുന്നുണ്ട്. എല്ലാവരും ദൈവകരങ്ങളിലേക്ക് കർത്താവെ ഈ മീറ്റിൽ കടന്നു പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യോബ് തന്റെ സഹോദരന്മാർക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവം ഞങ്ങളുടെ സഹോദരങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരു ഭേദം വരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് വെച്ച് വിവിധ വിഷയം ഞങ്ങൾ ദിവസങ്ങൾ പ്രതി കർത്താവെ ഓർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷയത്തിന്റെ എല്ലാം ആൻസർ കേൾക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് വെച്ചിരിക്കും. ദൈവപ്രവൃത്തി വിളപ്പെടണമേ കർത്താവെ. ആളാം പ്രതി പേര് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവേ. ദൈവമേ ഞങ്ങളുടെ സിസ്റ്റർക്കായി സ്തോത്രം കർത്താവേ. ഈ ദിവസമായി ധാരാളം അനുഗ്രഹിക്കണമെന്ന് വെച്ചു കർത്താവെ. കർത്താവ് ദിവസനെ കർത്താവ് നിയന്ത്രിക്കുന്ന സഹോദരനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. അവന്റെ പഠനവും ഭാവിയെല്ലാം അവന്റെ ഗമനാഗമനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. പിന്നെ കർത്താവ് പ്രാർത്ഥിക്കും മറ്റു കർത്താവിന്റെ നേതൃത്വം ഇന്ന് അധ്യക്ഷയായി കൂടെ ഇരുന്ന ദേവാസിയും കർത്താവ് കുടുംബം എല്ലാവരെയും ഏൽപ്പിക്കുന്നു. അങ്ങനെ ആളാം പ്രതി പേര് വരാൻ എല്ലാവരെയും ഞങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവ്. ഇനി കാണുമ്പോൾ ഞങ്ങളെല്ലാവരും രക്തോടൊപ്പം മുദ്രയുടെ സൂക്ഷിക്കണമേ കർത്താവെ. പരസ്പരം പ്രാർത്ഥിപ്പാൻ ഇടി നിൽപ്പാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ വിഷയം ഞങ്ങൾ ഒരു പ്രാവശ്യം സമയമെടുത്താൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പോലുള്ള വിശ്വന്മാരെ സകല ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കും. ദൈവപ്രവൃത്തിക്കായിരിക്കും യേശുവിനാം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം.
പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന് മേലും ഇന്ന് രാത്രി കാലം ദൈവവചനം സൃഷ്ടിച്ചാടിയുടെ മേലും ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത സകല പ്രിയപ്പെട്ട മേലും കർത്താവായ യേശു ക്രിസ്തുവിനകത്തവരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ വേഗം വരണമേ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു, ഓക്കെ, ഗോഡ് ബ്ലസ് യു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട്. സ്തോത്രം. ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് കയറണം. തീർച്ചയായിട്ടും. എല്ലാരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്തോ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാരെയും. അവസരം ദൈവം ഒരുക്കുന്നെങ്കിൽ കയറാം. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. ഓക്കെ, താങ്ക് യു.